നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. 3 മാസത്തിലേറെയായി റിമാൻഡിലായിരുന്ന എം ശിവശങ്കർ ജയിൽ മോചിതനായി. ഇ.ഡി. ചുമത്തിയ കേസിൽ മുൻപ് തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. കസ്റ്റംസ് ചാർജ് ചെയ്ത ഡോളർ കടത്ത് കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് ഇന്ന് ജയിൽ മോചിതനായത്. 98 ദിവസത്തെ ജയിൽ വാസമാണ് അവസാനിച്ചത്. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ശിവശങ്കറിന് കഴിഞ്ഞയാഴ്ച സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കടത്ത് കേസിന് അനുബന്ധമായി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിൽ ഹൈക്കോടതിയും ജാമ്യം അനുവദിച്ചിരുന്നു. US ഡോളർ കടത്തിയ കേസിൽ ശിവശങ്കറിന് പങ്കുണ്ടെന്നതായിരുന്നു കസ്റ്റംസിന്റെ മൂന്നാമത്തെ കേസിലെ വാദം. എന്നാൽ അതിനാവശ്യമായ തെളിവുകളൊന്നും ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് ഹാജരാക്കാനായില്ലെന്നും പ്രതികളുടെ മൊഴി മാത്രമാണ് തെളിവായുള്ളതെന്നുമുള്ള ശിവശങ്കറിന്റെ വാദം ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ഡോളർ കടത്തിനെ കുറിച്ച് ശിവശങ്കറിന് അറിവുണ്ടായിരുന്നതായി മറ്റു പ്രതികളുടെ മൊഴികളിൽ നിന്ന് വ്യക്തമാണെന്നും ഇക്കാര്യം ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുന്നതിൽ ഉന്നത ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ശിവശങ്കർ വീഴ്ച വരുത്തിയെന്നും വിധിന്യായത്തിൽ കോടതിയുടെ നിരീക്ഷണമുണ്ട്. എന്നാൽ ശിവശങ്കറിന്റെ അനാരോഗ്യവും രോഗാവസ്ഥയും കോടതി എടുത്തു പറയുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കസ്റ്റഡി ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ കേസിൽ ശിവശങ്കറിന്റെ പരിമിത പങ്ക് അന്വേഷിച്ചു കഴിഞ്ഞതായും കോടതി നിരീക്ഷിച്ചു. ജാമ്യം അനുവദിക്കരുതെന്ന കസ്റ്റംസിന്റെ അപേക്ഷ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതി തള്ളിയാണ് ശിവശങ്കറിന് ഇന്ന് ജാമ്യം നൽകിയത്. അങ്ങനെ 3 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെയാണ് ശിവശങ്കർ ജയിൽ മോചിതനായത്. ഈ സാഹചര്യമാണ്, ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതിഥികൾ ചർച്ചയിലേക്ക് എത്തുന്നു. അതിനു മുമ്പ് പ്രധാന വാർത്തകളൊന്നും നോക്കാം. VKC ഡിബോങ്കോ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC ഡിബോങ്കോ. നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഡബിൾ ഡെൻസിറ്റി സോളുമായി VKC ഡിബോങ്കോ. എം ശിവശങ്കർ ജയിൽ മോചിതനായി. ശിവശങ്കർ പുറത്തിറങ്ങിയത് ഡോളർ കടത്ത് കേസിൽ കൂടി ജാമ്യം ലഭിച്ചതോടെ. രാഷ്ട്രീയ ബന്ധങ്ങൾ കണ്ടെത്തിയില്ലെന്ന് കൊച്ചി സാമ്പത്തിക കുറ്റവിചാരണ കോടതി. ശിവശങ്കർ രാത്രിയോടെ തിരുവനന്തപുരത്തെത്തും. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. വർദ്ധിപ്പിച്ച ശമ്പളം ഏപ്രിൽ 1-ന്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസം കൂടി നീട്ടി. ക്രൈസ്തവ നാടാർ വിഭാഗത്തെ കൂടി OBC പട്ടികയിൽ ഉൾപ്പെടുത്താൻ മന്ത്രിസഭായോഗ തീരുമാനം. സ്വയം സാക്ഷ്യപ്പെടുത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കാനും അനുമതി. NCP മുന്നണി വിടില്ലെന്ന് ദേശീയ നേതൃത്വം. മുഖ്യമന്ത്രിയെ ഉടൻ കാണുമെന്ന് പ്രഫുൽ പട്ടേൽ. പാലാ സീറ്റിൽ തർക്കമുണ്ടെന്ന് പീതാംബരൻ മാസ്റ്റർ. NCP നേതാക്കൾ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിൽ യെച്ചൂരിയും. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയതിന് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്കെതിരെ കേസെടുത്തത് 400 പേർക്കെതിരെ. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് AI ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടി. കത്വ ഉന്നാവ ഫണ്ട് തിരിമറി വിഷയത്തിൽ മുസ്ലിം ലീഗ് മൗനം വെടിയണമെന്ന് മന്ത്രി KT ജലീൽ. ഇന്ന് 6356 പേർക്ക് കോവിഡ്, 6380 പേർക്ക് രോഗമുക്തി, 20 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.66%. കാർഷിക നിയമങ്ങളെക്കുറിച്ച് രാജ്യസഭയിൽ 5 മണിക്കൂർ ചർച്ച. കർഷക സമരത്തിന്റെ പേരിൽ രാജ്യസഭയിൽ പ്രതിഷേധിച്ച 3 AAP MPമാർക്ക് സസ്പെൻഷൻ. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ശിവശങ്കറിന് 3 മാസത്തിനു ശേഷം ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ സാഹചര്യങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്ക് ആധാരമായി വരുന്ന വിഷയം. സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾ ഈ കാലയളവിൽ സ്വീകരിച്ച നടപടികൾ, അത് സൃഷ്ടിച്ച രാഷ്ട്രീയ വിവാദങ്ങൾ, കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഈ കേസിൽ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട നിലയിൽ ഗുരുതരമായ പങ്കാളിത്തം ആരോപിച്ച് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കിങ് പിൻ എന്ന നിലയിൽ വരെ ED വിശേഷിപ്പിച്ച എം ശിവശങ്കർ ജയിൽ മോചിതനായി പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികളുടെ നടപടികൾ കൂടുതൽ നിരീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. കേവലം ജാമ്യം ലഭിച്ച് ഒരു പ്രതി പുറത്തു വരുന്നു എന്നതിനപ്പുറമുള്ള ഒരുപാട് മാനങ്ങളുള്ള ഒരു കേസ് എന്ന നിലയ്ക്കാണ് 3 പ്രധാനപ്പെട്ട ഏജൻസികൾ, രാജ്യത്തെ 3 പ്രധാനപ്പെട്ട ഏജൻസികൾ NIAയും സാമ്പത്തിക ഭീകരവാദം ആരോപിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ച NIA, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ കേസ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസ് അന്വേഷിച്ച ED, അതുപോലെ തന്നെ കസ്റ്റംസിൻ്റെ ഡോളർ കടത്ത് കേസ് അടക്കമുള്ള
3 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, 3 ഏജൻസികൾ. ഇതെല്ലാം അടങ്ങുന്ന പുതിയ സാഹചര്യങ്ങൾ ആണ് രാഷ്ട്രീയ വിവാദം കൊണ്ട് നിരവധി വാർത്തകളിലൂടെ നിറം പിടിപ്പിച്ച് മുന്നോട്ട് പോയ കഴിഞ്ഞ മാസങ്ങൾ. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മൗനം, ശാന്തത, അതിനിടയിൽ വന്നിട്ടുള്ള ശിവശങ്കറിൻ്റെ ജയിൽ മോചനം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പരിസരങ്ങൾ പരിശോധിക്കുന്ന നിലയിലേക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന 2 ചോദ്യങ്ങൾ ഇവയാണ്. ശിവശങ്കർ പുറത്തിറങ്ങിയതോടെ അന്വേഷണ ഏജൻസികളുടെ വാദം കൂടുതൽ ദുർബലമായും. NIA വിശ്വസനീയമാകുമ്പോൾ EDയും കസ്റ്റംസും പരിധി വിട്ടത് വെളിപ്പെടുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എ സമ്പത്ത്, CPIM, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, BJP, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, മാധ്യമപ്രവർത്തകൻ A സജീവൻ. ശ്രീ സജീവൻ, കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ കേസിന് സ്വപ്നയുടെയും സന്ദീപിൻ്റെയും അതുപോലെ തന്നെ സരിത്തിൻ്റെയും ഒക്കെ അറസ്റ്റിനപ്പുറത്തേക്ക് ഈ കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്തിന് ഒട്ടേറെ രാഷ്ട്രീയ ബന്ധങ്ങൾ, രാഷ്ട്രീയ മാനം, അത് ഈ സർക്കാരിനെ തന്നെ ബാധിക്കും വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി പോയ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, ഇതെല്ലാം ഓർത്തുപോകുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും ഇന്ന് വളരെ നിശബ്ദമായി ശിവശങ്കർ 3 കേസിലും ജാമ്യം മേടിച്ച് പുറത്തേക്ക് വരുമ്പോൾ താങ്കളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ആ ആവേശവും അതുമായി ബന്ധപ്പെട്ട വലിയ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ നടത്തിയവർ ഒരുപക്ഷെ കൂടുതൽ മൗനം പാലിച്ചേക്കാം. പക്ഷേ പലതും തിരിഞ്ഞു നോക്കേണ്ട ഒരു ദിവസമാണോ ഇന്ന്? തീർച്ചയായും ഈ കേസ് മറ്റുള്ള കേസ് പോലെയല്ലല്ലോ. കേരളത്തിൽ ധാരാളം സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. എല്ലാ വിമാനത്താവളങ്ങളിലും നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഇത് പലതും പിടിക്കുന്നുണ്ട്. പിടിക്കപ്പെടാതെ പോകുന്ന ധാരാളം കള്ളക്കടത്ത് കേസുകൾ ഉണ്ടാവുന്നുണ്ട്, കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഈ കേസ് സംഭവം ഉണ്ടായതോട് കൂടിയിട്ട് നേരിട്ടതങ്ങ് ഈ എന്താണ് വാണത്തിന് തീ കൊടുത്തത് പോലെ എന്ന് പറയുന്ന പോലെ അതങ്ങ് കത്തിപ്പിടിച്ച് നേരെ മുഖ്യമന്ത്രിയുടെ നേരെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലെയല്ല, മുഖ്യമന്ത്രി ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ. മുഖ്യമന്ത്രിയാണ് ഈ കള്ളക്കടത്തിന്റെ എല്ലാ കിങ് പിൻ എന്ന രീതിയിലാണ് പ്രതിപക്ഷം മുഴുവനായിട്ട് കൊണ്ടുപോയിരുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള ശിവശങ്കർ പിടിക്കപ്പെട്ട അദ്ദേഹം അറസ്റ്റിലായതോട് കൂടിയിട്ട് പിന്നീട് യഥാർത്ഥ മുഖ്യമന്ത്രി തന്നെയാണ്, അദ്ദേഹം നിർദ്ദേശിച്ചിട്ടാണ് ഈ കള്ളക്കടത്ത് നടന്നതെന്നും പിന്നീട് ഡോളർ കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ ലക്ഷ്യം വെച്ചിരുന്ന ഇവിടെയായിരുന്നു. പക്ഷേ പിന്നീട് വരുന്ന സംഭവങ്ങളിൽ ഓരോന്നും വളരെ അത്ഭുതകരമായിട്ടാണ് പോകുന്നത്. ഇന്ന് ശിവശങ്കറിന് ജാമ്യം കിട്ടിയപ്പോൾ അപ്പോഴും കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടും കസ്റ്റംസ് കേസിൽ പിന്നെ ഒബ്ജക്ഷൻ നടത്താത്തത് കൊണ്ട് കൂടിയാണ് ജാമ്യം കൊടുക്കുന്നതൊക്കെ പറഞ്ഞെങ്കിൽ പോലും തെളിയിക്കാൻ പറ്റിയില്ല ഇതുവരെ. ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന്റെ പങ്കിനെ കുറിച്ച് തെളിയിക്കാൻ പറ്റിയില്ല എന്നൊരു പരാമർശമുണ്ട്. ഞാൻ അതൊന്നുമല്ല കണക്കാക്കുന്നത്. ഇത് അങ്ങനെ സ്വാഭാവികമായിട്ട് ശിവശങ്കറിന് 98 ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടിയെന്നത് എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടാവുന്ന ഒന്നാണ്. അങ്ങനെ കിട്ടിയെന്ന് വെക്കാം. പക്ഷെ ഇവിടെ അതല്ല. കഴിഞ്ഞ ദിവസം NIA കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ അതിൽ ഈ പറയുന്ന 20 പ്രതികളിൽ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്വേഷണ ഏജൻസികൾ 4ഉം NIAയും കസ്റ്റംസും EDയും CBIയും ഈ എല്ലാ അന്വേഷണ ഏജൻസികളും നടത്തുന്ന അന്വേഷണങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ളത് ഈ കള്ളക്കടത്തിലെ ദേശവിരുദ്ധ പ്രശ്നങ്ങളാണ്, ഈ താല്പര്യങ്ങളാണല്ലോ. അങ്ങനെ ഈ ദേശവിരുദ്ധമായ നടപടികൾക്ക് വേണ്ടിയിട്ട് ഈ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച കസ്റ്റംസ് NIA കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ ആദ്യത്തെ ഈ 20 പ്രതികളിൽ ഒരാൾ ഈ ശിവശങ്കർ ഇല്ല. ശിവശങ്കറിന്റെ പങ്കിനെ കുറിച്ച് പറയുന്നില്ല. പിന്നീട് അവരുടെ കുറ്റപത്രത്തിലെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളിൽ ഇതൊരു വലിയ സംഘം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ സംഘം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി കള്ളക്കടത്തിന് മുമ്പേ തന്നെ രൂപീകൃതമായതാണ്. അവരുടെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത്. അത് UAE കേന്ദ്രീകരിച്ചാണ് ഉള്ളത്. അങ്ങനെയുള്ള സംഘം
ഈ കുറെ പേര് ഇതിന്റെ നടത്താൻ വേണ്ടിയിട്ട് കോൺസുലേറ്റിന്റെ വഴി മറ്റും ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സ്വപ്ന സുരേഷും പിന്നെ സരിത്തും സന്ദീപും ഒക്കെ ഉൾപ്പെടെയുന്ന ആളുകളെ ഇതിന്റെ പരിധിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ പല ആളുകളെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് റമീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഇങ്ങനെ വിശദമായി പറയുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ശിവശങ്കർ എന്ന വാക്ക് അവർ പറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ട കാര്യം. അതായത് ശിവശങ്കർ ആണ് ഇതിന്റെ കിങ് പിൻ എന്ന് ED ആവർത്തിച്ച് പറഞ്ഞതാണല്ലോ. അങ്ങനെ പറഞ്ഞ ഒരു കേസിൽ ഇപ്പോൾ NIA ഏറ്റവും സുപ്രധാനമായ ഏജൻസി, രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്ന ഏജൻസി അവരുടെ പറയുന്ന പേര് അവരുടെ കുറ്റപത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇദ്ദേഹത്തിന്റെ പേരില്ല. ഇനി ഇദ്ദേഹമല്ലാതെ വല്ല രാഷ്ട്രീയ ബന്ധം ഇപ്പൊ പറഞ്ഞു നേരത്തെ തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണല്ലോ, അല്ലെങ്കിൽ ജലീൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണല്ലോ. അങ്ങനെ രാഷ്ട്രീയ ബന്ധമൊന്നും പറയുന്നില്ല എന്നത് തന്നെയാണ് ഈ കേസിന്റെ ഇപ്പോഴത്തെ ശിവശങ്കറിന്റെ ജാമ്യവും അതിന് പശ്ചാത്തലമായിട്ടുള്ള NIAയുടെ ഈ കുറ്റപത്രം ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ മല പോലെ വന്നൊരു സംഭവം ആകെ മഞ്ഞു പോലെ പോകുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടാന്നില്ല. ഒരുപക്ഷെ ശിവശങ്കർ കുറ്റക്കാരനായേക്കാം, ബാക്കിയുള്ള ആളുകളൊക്കെ വന്നേക്കാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതുവരെയുള്ളതിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യം കണ്ട ചിത്രമല്ല ഇപ്പോൾ ഉള്ളത്. വലിയ ഒരു തിരിച്ചടി LDF സർക്കാരിനെതിരെ വന്നിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇനിയിപ്പോ പ്രതിപക്ഷം പറയുന്ന ഒറ്റ കാര്യം മാത്രം, ഇത് ഒത്തുകളിയാണ്, BJPയും CPM തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നുള്ളതിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ കേസ് പരാജയപ്പെട്ടു എന്ന് UDFന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഡോക്ടർ A. സമ്പത്ത് കൂടി ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ സമ്പത്ത്, നിയമവിദഗ്ധൻ കൂടിയായ ഒരു നേതാവെന്ന നിലയിൽ കൂടിയാണ് താങ്കളോട് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ശിവശങ്കർ കേസിൽ ഒരു സാധാരണ കേസുകളിൽ ജാമ്യം നേടി പ്രതിയായ പ്രതിപട്ടികയിൽപ്പെട്ടവർ പുറത്തു വരുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. അതുമായി ബന്ധപ്പെട്ട കേസ് ആ നിലയ്ക്ക് തന്നെ നിരന്തരം നടത്തി ഈ അന്വേഷണ ഏജൻസികളുടെ നിഗമനങ്ങളെ ചോദ്യം ചെയ്ത് തന്നെയാണ് ഒരു പ്രതി പട്ടികയിലുള്ള ശിവശങ്കർ മുന്നോട്ട് പോയത്. വ്യക്തിപരമായി അതിനുള്ള സ്വാതന്ത്ര്യവും നിയമപരമായ അവകാശത്തെയും അദ്ദേഹം ഉപയോഗിച്ച് തന്നെയാണ് ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോയത്. ഏറ്റവും ഒടുവിൽ 3 കേസിലും ജാമ്യം വാങ്ങി പുറത്തു വന്നത്. ആ നിലയിൽ അദ്ദേഹം കേസ് നടത്തട്ടെ, ഈ കണ്ടെത്തലുകളെ നിരാകരിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഭാഗം കോടതിക്ക് മുമ്പാകെ തെളിയിക്കട്ടെ, വിചാരണയിലൂടെ പോകുന്ന ഘട്ടത്തിലൊക്കെ അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ആ നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗം ഈ നിരവധിയായ അഫിഡവിറ്റുകളിൽ, മുൻകൂർ ജാമ്യ ഹർജികളിൽ ഒക്കെ നിരന്തരമായി നൽകിയിട്ടുണ്ട്. അതൊക്കെ പബ്ലിക് ഡോക്യുമെൻ്റായി ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് EDയും കസ്റ്റംസും അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലപാടെടുത്തതെന്നൊക്കെ ആ അഫിഡവിറ്റുകളിൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്നു. പക്ഷേ നമ്മുടെ മാധ്യമ വാർത്തകളിലൊന്നും പക്ഷേ അത്ര കാര്യമായി ഉണ്ടാവണം എന്നില്ല. ചോർത്തിക്കിട്ടിയ കുറിപ്പുകളും മറ്റും മാത്രമാണ് ഏറ്റവും വലിയ നിലയ്ക്ക് ആവേശകരമായി വന്നിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കാര്യമായി നിലയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ഒക്കെ പറഞ്ഞു, അത് എൻ്റെ മറ്റൊരു ഭാഗം മാത്രം. ശ്രീ സമ്പത്ത്, ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ശ്രീ സജീവനോട് ചോദിച്ചതുപോലെ ഈ ജാമ്യം കിട്ടിയ ഈ സാഹചര്യം കാര്യങ്ങളെ പുറകോട്ട് തിരിഞ്ഞു നിന്ന് ചിന്തിക്കാനും ആലോചിക്കാനും വിശകലനം ചെയ്യാനും പാകപ്പെട്ട ഒരു പ്രശ്നം തന്നെയല്ലേ? ശരത്തെ, ഇത് വാസ്തവത്തിൽ ഇപ്പോൾ ഇതിൻ്റെ നിയമപരമായ വശത്തിനപ്പുറം ഇതിന് രാഷ്ട്രീയമായ മാനങ്ങൾ തേടിയാണ് BJPയും UDFും എല്ലാം നടന്നത്. ഇപ്പോൾ തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതായുള്ള വിവരം പുറത്തു വരുമ്പോൾ ഇത് സംബന്ധിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് നേരിട്ട് കത്തെഴുതുകയാണ്. ഇത് ഫെഡറൽ ഗവൺമെൻറ്റിനെ ആ വിധത്തിൽ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്നതായിട്ടുള്ള മുഖ്യമന്ത്രി അത്തരത്തിലൊരു കത്തെഴുതുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വിശദമായി നടത്തണം എന്നുള്ളതും, അത് ഏതാണ് ഏജൻസി എന്നുള്ളത്, അത് പ്രധാനമന്ത്രി, അത് PMO അത്തരം കാര്യത്തിൽ തീരുമാനമെടുക്കുക, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്?
ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇക്കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുവെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഈ രാജ്യത്തിന് പുറത്തൊരുപാട് ബന്ധങ്ങളുള്ള ഭീകരവാദവുമായി അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്ത് കടന്നു വരാം. ഇതെല്ലാം അന്വേഷണ സംബന്ധിയായി വരാവുന്ന കാര്യങ്ങൾ. അങ്ങനെ NIA ഏറ്റെടുത്ത ആദ്യത്തെ സാമ്പത്തിക ഭീകരവാദ കേസ് കൂടിയായിരുന്നു ഇത്. അതെ, അത് നമ്മളിപ്പോൾ ഈ പറയുന്ന പാർലമെൻറ്റ് ആ നിയമനിർമ്മാണം നടത്തുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മൾ പരിശോധിച്ചാൽ ഇത് ഈ NIA എന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടേതായിട്ടുള്ള ഞാൻ അപരിമിതം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അൺലിമിറ്റഡ് ആണെന്നൊന്നും പറയുന്നില്ല, എങ്കിലും സാധാരണ രീതിയിൽ നമ്മുടെ ഭരണഘടനയിൽ വിഭാവന ചെയ്യുന്നതിനും അപ്പുറമായി ഈ പ്രതികൾക്കുള്ള ചില അവകാശങ്ങൾ, കുറ്റാരോപിതരായിട്ടുള്ളവർക്കുള്ള അവകാശങ്ങൾ, ഈ ബെയിലി റൈറ്റ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ജൂറിസ്പ്രുഡൻസിൽ പറയുന്നതിന് അതിന് എതിരായിട്ടുള്ള പല മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ ഒരു ഫെഡറൽ സത്തയ്ക്ക് വിരുദ്ധമായിട്ട് വരുന്ന ചില അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരുപാട് പാർലമെൻറ്റ് അംഗങ്ങളുടെ പ്രസംഗങ്ങൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഈ ചെറിയ ഒരു ചർച്ചയിൽ അത് തീരുന്ന വിഷയമല്ല. പക്ഷേ അപ്പോഴും വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ബോധപൂർവമായ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിലെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, അതിൽ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം പരസ്പരം മത്സരിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഇതിനെ CPIM-ഉം അതുപോലെ തന്നെ LDF-ഉം നേരിട്ടത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വെല്ലുവിളികൾ, ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അർഹമായ വിഹിതം ലഭിക്കാതെ പോയത്, എന്നിട്ടും ഇവിടെ ഏറ്റെടുത്തതായിട്ടുള്ള പരിപാടികൾ, ആ പദ്ധതികൾ, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചതായ പ്രകടന പത്രികയിൽ, അവർ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് മുമ്പ് LDF-ൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 600 കാര്യങ്ങളിൽ 570ഓളം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്, മറ്റു കാര്യങ്ങൾ എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷയങ്ങൾ, വികസനം എന്നുള്ളത് ആ വികസന പരിപ്രേക്ഷ്യം സർവ്വതല സ്പർശിയായ വികസനം എന്നുള്ളതാണ്. അത് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സർവ്വസ്പർശിയായ വികസനം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണ്. ഞാൻ അദ്ദേഹം കൂടി പങ്കെടുത്ത ഒരു യോഗത്തിൽ നിന്നാണ് നേരെ ഓടി ഇവിടേക്ക് വന്നത്, ശരത്തിൻ്റെ മുന്നിലേക്ക്. ഇവിടെ ഇതിനെയെല്ലാം തന്നെ ഇത്തരത്തിൽ വിവാദങ്ങളുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇതിനെല്ലാം നേരിടാം എന്നാണ് BJP-യും ആഗ്രഹിച്ചത്, അവരങ്ങനെയാണ് വിശ്വസിച്ചത്. അതായത് UDF-ഉം അങ്ങനെയാണ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഭാഗത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്ന് മാത്രം ഒന്ന് ചോദിക്കട്ടെ. അതായത് താങ്കൾ ഈ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുർബലപ്പെടുത്താനുള്ള അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കാനുള്ള വലിയ പരിശ്രമം, അത് കൂടുതൽ ദുർബലപ്പെടുന്നത് കൂടിയാണ് ഇന്നത്തെ ഈ കോടതി നടപടിയിലൂടെ അല്ലെങ്കിൽ ശിവശങ്കർ ജാമ്യമെടുത്ത് പുറത്തു വരുന്നതിലൂടെ കൂടുതൽ എവിഡൻ്റ് ആകുന്നത്, ബോധ്യപ്പെടുന്നതെന്നാണോ? ഞാൻ അടുത്ത ആളിലേക്ക് പോകും മുമ്പ് അതിൽ ശരത്തെ ഒരു കാര്യമുണ്ട്. ഈ ഒരു കേസ് ചാർജ് ചെയ്യുക, ആ കേസിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് കാര്യമായ തെളിവുകൾ ലഭിക്കാതിരിക്കുക, അപ്പോൾ അടുത്തൊരു കേസ് കൂടി ചാർജ് ചെയ്യുക. ഞാൻ ഈ റൗണ്ടിലാണെങ്കിൽ ഞാനൊരു കാര്യം ശരത്തിൻ്റെ കേസിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇതിൽ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 21 പറയുമ്പോൾ നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ ലിബർട്ടി എക്സെപ്റ്റ് ബൈ ലോ ആൻഡ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എല്ലാം പറയുമ്പോൾ തന്നെ ആർട്ടിക്കിൾ 20 ബന്ധപ്പെട്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി, ഞാനിപ്പോൾ ആ കേസിനെ ഇതുമായി ഞാൻ താതാത്മ്യം ചെയ്യുകയല്ല, പക്ഷെ അറിയേണ്ടുന്ന കാര്യം, ഇന്ത്യയിൽ ആദ്യമായി, അതും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ തന്നെ അത്തരത്തിലുണ്ടായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ളൊരു കേസുണ്ടായി. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അനുസരിച്ചാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന AK ഗോപാലനെ അത്തരത്തിൽ കരുതൽ തടങ്കൽ വിധേയമാക്കിയത്. ഒരു തവണ ചോദ്യം ചെയ്ത് ആ കേസ് അത് ദുർബലമാകുന്നു, അടുത്തൊരു കേസ് ചാർജ് ചെയ്യുകയാണ്. ഇത് വീണ്ടും നിങ്ങൾ ജയിലിൽ തന്നെ കഴിഞ്ഞോളൂ എന്നുള്ള നിലയിലേക്കാണ്. നിങ്ങൾ ജയിലിൽ കിടക്കുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങനെ ഓരോന്ന് സ്ലാപ്പ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇത് കാണുമ്പോൾ ഇത് വാസ്തവത്തിൽ വക്കീലന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും രാഷ്ട്രീയം ഉണ്ടാവും, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷേ ഈ നിയമം വാസ്തവത്തിൽ നീതിന്യായ സമ്പ്രദായം ഇതെല്ലാം പഠിച്ചിട്ടുള്ള ആളുകൾ, ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരാളിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കുക, അത് അവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്ന് ഒട്ടിക്കുക, അതും അവിടെ പിടിക്കുന്നില്ല, ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള നിലയിലേക്ക്. അത് നീതിന്യായ സംവിധാനത്തിൽ സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഈ ഏജൻസികൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും രാഷ്ട്രീയ താളത്തിന് തുള്ളുമ്പോൾ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയാണ് അവർ ഹനിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജനങ്ങളുടെ മുമ്പിൽ ഈ ആരോപണങ്ങളല്ല, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പ്രതിപക്ഷ സമീപനം ആരോപണത്തിനപ്പുറത്തേക്ക് പ്രതിപട്ടികയിൽ അങ്ങ് ചേർത്ത് വെച്ച് പ്രതികളായി കള്ളക്കടത്തുകാരായി ചിത്രീകരിക്കുന്ന
അങ്ങേ അറ്റത്തെ ഒരു നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് വന്നു. പക്ഷേ ജനം ആ നിലപാടുകൾക്കൊപ്പം നിന്നില്ല. അതിനുശേഷം വന്ന ജനവിധി പൂർണ്ണമായും സർക്കാരിന് അനുകൂലമായി നയിച്ച ആ സർക്കാരിൻ്റെ മുന്നണിക്ക് നേട്ടമാകുന്ന വിധത്തിൽ മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വലിയൊരു ശമനം ആ നടപടികൾക്കും ആ രീതികൾക്കും വരുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് സ്ഥിതി? ഇപ്പോൾ സമ്പത്ത് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഓരോ ഘട്ടമായി പോകാൻ കഴിയും വിധമുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ചുവടുവെപ്പാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ പോയി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടയാളായി കണ്ട ശിവശങ്കർ ദാ ഇപ്പോൾ ചുമത്തപ്പെട്ട കേസുകളിൽ ജാമ്യമെടുത്ത് പുറത്തു വരുന്നു. ജാമ്യം കിട്ടുന്നത് വലിയ കാര്യമായി കാണേണ്ടതില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയുമാണ്. പക്ഷേ പ്രശ്നം അതല്ലല്ലോ. സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ച NIA അവർ കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രത്തിൽ ഈ ഏറ്റവും വലിയ ആരോപണങ്ങൾ നേരിട്ട മനുഷ്യൻ പ്രതിയല്ല, സാക്ഷിപ്പട്ടികയിലുണ്ടോ എന്നെനിക്കറിയില്ല, പരാമർശം പോലുമില്ല. അനുബന്ധമായി 2 ഏജൻസികൾ ED അതുപോലെ തന്നെ കസ്റ്റംസ്, ഈ 2 ഏജൻസികൾ ചുമത്തിയ കേസുകളിൽ ജാമ്യവും കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ കേസുകൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യു-ടേൺ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഈ കേസിൽ വിധി പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല, ജാമ്യം ലഭിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതി എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം ആ കാര്യത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കും. അത് സ്വാഭാവികമാണ്. ജാമ്യം ലഭിച്ചു എന്നുള്ളത് സത്യമാണ് താനും. അതിനർത്ഥം അദ്ദേഹത്തെ കുറ്റവിമുക്തമാക്കി എന്നല്ല, അതുപോലെ നിലനിൽക്കുകയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ശ്രീ സമ്പത്തൊക്കെ പറയുന്നു കേട്ടു. എന്താണ് ഈ കേസിന് ഇത്രയും പ്രമാദമാവാനുള്ള കാരണം? ഈ കേസ് സാധാരണ നല്ലൊരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണോ? ആയിരക്കണക്കിന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ ഈ കേസ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമാവാൻ കാരണം? ഈ കേസ് വ്യത്യസ്തമാവാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമായതുകൊണ്ട് പങ്കാളിയായിക്കൊണ്ട് പ്രതിയാണോ? നമ്മൾ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി ആർഗ്യുമെന്റ്സ് ഉന്നയിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കണ്ടേ? അല്ല, ഞാൻ താങ്കൾ തന്നെയാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, രാഷ്ട്രീയ ആരോപണം മാത്രമാക്കിയല്ല, നമ്മൾ ഉള്ളടക്കത്തെ കൂടി കാണണ്ടേ? അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് മുഖ്യമന്ത്രി വിധിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം അന്വേഷണങ്ങൾ വന്നു. ആദ്യം കസ്റ്റംസ് വന്നു. കസ്റ്റംസ് വന്നപ്പോൾ ഒരു ചെയിൻ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ED അന്വേഷണം വന്നു. അതിനുശേഷം NIA അന്വേഷണം വന്നു. എന്താ NIA അന്വേഷിക്കാൻ കാരണം? നേരത്തെ സമ്പത്ത് സൂചിപ്പിച്ച പോലെ സാമ്പത്തികമായ ശ്രമത്തിന്റെ ഭാഗമായി അന്വേഷണ പരിധിയിൽ NIA നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് എടുത്തിട്ട് ഉപയോഗിച്ച NIA, ED, കസ്റ്റംസ്, ഇതിൽ NIA കുറ്റപത്രം നൽകി. അതിൽ ശിവശങ്കർ പ്രതിയാണോ? അല്ല, NIA കുറ്റപത്രം നൽകി. അതിൽ ശിവശങ്കർ പ്രതിയാക്കപ്പെടുമോ അല്ലെങ്കിൽ പ്രതിയാക്കാതിരിക്കുന്നോ വരാൻ പോകുന്നേ ഉള്ളൂ. അത് കുറ്റപത്രം നൽകിയിട്ടല്ലേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട കേസ് നടപടിക്രമങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ വരാതിരിക്കുന്നുള്ളൂ. EDയുടെ ആയാലും കസ്റ്റംസിന്റെ ആയാലും അതുപോലെ തന്നെ NIAയുടെയും വരാനിരിക്കുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കില്ല. ഇപ്പൊ എന്താ സംഭവിച്ചില്ല? എന്നതുകൊണ്ട് അദ്ദേഹം കുറ്റവാളിത്തപ്പെട്ടില്ല. നമുക്കറിയാലോ, അഭയ കേസ് 28 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. 28 വർഷവും ആ പ്രതികളെല്ലാം ജാമ്യത്തിൽ തന്നെയായിരുന്നു. എത്ര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അത് കോടതി കേസ് ഏറ്റെടുത്ത ശേഷം CBI ഏറ്റെടുത്ത ശേഷം അഭയയുടെ ആത്മഹത്യയല്ല എന്നും അതിന് പിന്നിൽ ഒരു കൊലപാതകമുണ്ടെന്നും ദുരൂഹ മരണമാണെന്നും അതിനൊരു പ്രതിപട്ടിക ഉണ്ടാവുകയും ആ പ്രതിപട്ടികയിലെ പ്രതികളെയാണ് വിചാരണ ചെയ്ത് കോടതി ശിക്ഷിച്ചത്. അങ്ങനെ കൊടുത്ത CBIയുടെ അങ്ങനെ കൊടുത്ത NIAയുടെ കുറ്റപത്രത്തിൽ ശിവശങ്കർ പ്രതിയാണോ? അല്ല, ശിവശങ്കർ പ്രതി ആയതുകൊണ്ടല്ലേ ശിവശങ്കറിനെ പ്രതിയല്ലാത്ത ഒരാളെ എങ്ങനെ ശിക്ഷിക്കും? അതുപോലെ തന്നെ എങ്ങനെ വിചാരണ ചെയ്യും? പ്രതിയാണെന്നാണല്ലോ കോടതി കുറ്റപത്രത്തിൽ പറയുന്നത്. NIA അന്വേഷിക്കുന്നു, ED അന്വേഷിക്കുന്നു, അതുപോലെ തന്നെ കസ്റ്റംസ് അന്വേഷിക്കുന്നു. എന്തിനാ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്? അദ്ദേഹം പരിശുദ്ധനാണെങ്കിൽ, കളങ്കിതനല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ വിടൂ. നമ്മളൊരു ചർച്ചയല്ലേ നടത്തുന്നേ? അദ്ദേഹം കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. നടക്കട്ടെ. NIA ജാമ്യം കിട്ടി എന്നതുകൊണ്ട് അദ്ദേഹം കളങ്കിതനല്ല എന്നും അദ്ദേഹം കുറ്റാരോപിതനല്ല എന്നും പറയാൻ നമുക്ക് സാധിക്കുമോ? നടപടിക്രമങ്ങൾ വരാൻ പോകുന്നുള്ളൂ. വളരെ പ്രമാദമായ ഒരു കേസായതുകൊണ്ടല്ലേ ഇത് NIA അന്വേഷിച്ചത്, കസ്റ്റംസ് അന്വേഷിച്ച്, ED അന്വേഷിച്ചത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ എത്രയാ? അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ നിയമിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്റർപോളുമായി ബന്ധപ്പെട്ട കേസുകളല്ലേ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പ്രമാദമായത്.
അതുകൊണ്ട് തന്നെ 92 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടി. ശരിയാണ്, ഒരു കോടതി നടപടിക്രമത്തിൽ ജാമ്യം കിട്ടി. അതുകൊണ്ട് കേസൊന്നും അവസാനിച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയമൊന്നും എങ്ങനെ ഇതിൽ രാഷ്ട്രീയം കാണാൻ സാധിക്കുക? മുഖ്യമന്ത്രിയല്ലേ ഇവർ വിളിച്ചു വരുത്തിയത്? കേന്ദ്ര ഏജൻസികള് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല. മുഖ്യമന്ത്രി കത്തയച്ചിട്ടാണ് വിളിച്ചു വരുത്തിയത്. കത്തയച്ച് വിളിച്ചു വരുത്തിയിട്ട് ഓരോ അന്വേഷണം. അവസാനം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടുത്തേക്ക് എത്തുന്ന സാഹചര്യം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പതുക്കെ തിരിയാൻ തുടങ്ങിയത്. ലൈഫ് മിഷൻ കേസ് വരെ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അടുത്തേക്ക്, രവീന്ദ്രന്റെ അടുത്തേക്ക് കേസ് എത്തിയപ്പോൾ അതിലേക്ക് താൻ കൂടുതൽ ഇൻക്ലൂഡഡ് ആവുമോ എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം എതിരാവാൻ തുടങ്ങിയത്. അല്ലാത്ത തരത്തിൽ വന്നിട്ടില്ലല്ലോ. അല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും വെളിപ്പെടുത്തൽ നടത്തുകയും അതിൽ നിന്നുള്ള വിവരങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് ചർച്ചകൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ളതിലെ ഒരു വലിയ സോഴ്സ് എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചർച്ചയിലേക്ക് കൂടുതൽ സംഭാവന ചെയ്യൂ. എന്നിട്ട് എന്തായി? ഓരോ കേസിലും ഓരോ സാഹചര്യത്തിലും അങ്ങനെ ചോദിക്കേണ്ടി വരും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സമ്പത്ത്, അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ കേസിൻ്റെ ഈ ഘട്ടം നമ്മൾ ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും തരത്തിൽ ശിവശങ്കർ കുറ്റവിമുക്തനായി എന്ന നിലയിലല്ല, അദ്ദേഹം കുറ്റാരോപിതനെയല്ല എന്ന നിലയിലുമല്ല. അദ്ദേഹത്തിന് മുമ്പിൽ ആരോപിക്കപ്പെട്ട കുറ്റമുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രതി ചേർക്കപ്പെട്ട കേസുകളുമുണ്ട്. പക്ഷേ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ BJP നേതാവിൻ്റെ വാദം, ആ വാദത്തിലെ നിരർഥകത താങ്കൾക്ക് തോന്നിയത് എവിടെയൊക്കെയാണ്? NIA ചാർജ് ഷീറ്റ് കൊടുത്തു. ചാർജ് ഷീറ്റ് കൊടുത്തതിൽ പ്രതിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാറായിട്ടില്ല എന്ന് പറയുന്ന ഒരു സമീപനത്തിൻ്റെ നിയമപരവുമായ സാഹചര്യം കൂടി താങ്കളൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞതിലെ പിശകുകൾ താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലാവാം. ഞാനിപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു പ്രതിയുടെയും അഭിഭാഷകനല്ല. അപ്പോൾ നമ്മളാരും ഇതിൻ്റെ അഭിഭാഷകനല്ല. ഞാനിതിൻ്റെ രാഷ്ട്രീയത്തെ മാത്രമാണ് കാണുന്നത്. ആ രാഷ്ട്രീയത്തെ മാത്രമായി ഞാൻ കാണുമ്പോൾ അതിലിപ്പോൾ എന്തായാലും BJPയുടെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇക്കാര്യത്തെ പറയുക. കാരണം ഈ ശ്രീ സമ്പത്ത്, ഞാൻ താങ്കൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി നൽകിക്കോളൂ. പക്ഷേ ഇതിൽ നിയമപരവുമായ ചില കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടും വിധം നമ്മൾക്ക് അവതരിപ്പിക്കാനാവണ്ടേ? അല്ലെങ്കിൽ അതിൽ പിശകുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാനാവണ്ടേ? പ്രത്യേകിച്ച് താങ്കളെ പോലെ ഒരാൾ. ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്യുന്നു, ഇപ്പോൾ NIA കുറ്റപത്രം കൊടുത്തു. നമ്മുടെ അറിവിൽ ശ്രീ സജീവൻ ചർച്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ രണ്ടുപേരും വരും മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി NIA ആണ്. മുഖ്യമന്ത്രി കത്തയച്ചതിന് ശേഷം വന്ന ഏജൻസി തന്നെയാണ് NIA. അവർ ഈ സ്വർണ്ണ കള്ളക്കടത്ത് അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കി ആ പ്രതിപട്ടികയിൽ ശിവശങ്കർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമപരമായ അർത്ഥവും വിശദീകരണവും എന്താണ് ആളുകൾ മനസ്സിലാക്കേണ്ടത്? ശരത്തെ, ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു രാഷ്ട്രം മാത്രമല്ല, അല്ലെങ്കിൽ ഒന്നിലേറെ രാഷ്ട്രങ്ങൾ എന്ന്, 2 രാഷ്ട്രങ്ങൾ മാത്രമല്ല, അക്കാര്യത്തിൽ നമുക്കൊരു തർക്കം ഉണ്ടാവില്ല. കാരണം ഇതിലെ പൗരന്മാരായിട്ടുള്ള ആളുകളിൽ ഇന്ത്യക്കാർ മാത്രമല്ല, UAE മാത്രമല്ല, ഈജിപ്ഷ്യൻസ് അടക്കമുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ അതിലേറെ പൗരന്മാരുണ്ടാവും. സ്വാഭാവികമായി ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് NIA അന്വേഷണമാണ് എങ്കിൽ NIA അന്വേഷണം തന്നെ ആകട്ടെ. NIA അന്വേഷണം നടത്തുമ്പോൾ NIAക്ക് എല്ലാ തലങ്ങളിലും അന്വേഷണം നടത്താം. NIAയുടെ അന്വേഷണം എന്നത് സംബന്ധിച്ച് രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയുമായി ബന്ധപ്പെട്ട് ദ സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ, ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന ത്രെട്ട്, ഇത് സംബന്ധിച്ചുള്ളതിൽ പണമിടപാട്, സ്വർണം കടത്തിയതാകട്ടെ, അതല്ല ഇനി സ്വർണ്ണമല്ല, ആയുധങ്ങൾ ആരെങ്കിലും കടത്തിയെന്ന് വെച്ചോ, അത്തരം കാര്യങ്ങൾ. അതല്ല ഇനി ഇപ്പോൾ ഇവർ ഈ പറയുന്നതിൽ ഡോളർ അങ്ങോട്ട് കടത്തിയെന്നോ ഇങ്ങോട്ട് കടത്തിയെന്നോ ഉള്ളതുണ്ട് എന്ന് വെച്ചോ, ഇനി അതല്ല മനുഷ്യക്കടത്തുണ്ട് എന്ന് തന്നെ വെച്ചോ ഇക്കാര്യത്തിൽ, അതല്ല ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും അന്തർദേശീയ ഗൂഢാലോചനകൾ തന്നെ നടന്നു എന്ന് വെച്ചോ, ആ അന്തർദേശീയ ഗൂഢാലോചനകൾ ആളുകൾ പരസ്പരം ഇൻ പേഴ്സൺ ഒരിടത്ത് തന്നെ ഇരിക്കാതെ പുതിയ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള സൂം മീറ്റിങ്ങുകളിൽ കൂടിയെല്ലാം നടത്തുന്നത് തന്നെ വെച്ചോ, ഇതെല്ലാം അന്വേഷിക്കാൻ കഴിവുള്ള അധികാരപ്പെട്ട ഒരു ഫെഡറൽ ഏജൻസിയാണ്. ഞാൻ കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നില്ല, സെൻട്രൽ ഏജൻസി എന്നാണ് നമ്മളെല്ലാവരും പറയുന്നതെങ്കിലും അത് NIA അത്തരത്തിൽ അധികാരങ്ങളുണ്ട്. ആ NIAക്ക് അധികാരങ്ങൾ ഉള്ളപ്പോഴാണ് ഇവിടെ വേറെ പല കാര്യങ്ങളിലും വന്നത്. അപ്പോഴാണല്ലോ CBIയുടെ വരവ്. എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് ഞാൻ വണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു എന്നുള്ളത് പോലെയാണല്ലോ. ഇവിടെ നേരത്തെ തന്നെ നിരവധി തവണ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധി കേസുകൾ, അഴിമതി കേസുകളടക്കം അന്വേഷിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലയിലേക്ക് നിൽക്കുമ്പോഴാണല്ലോ ഇക്കാര്യത്തിൽ വന്നത്. ഇനി അത് മാത്രമല്ലല്ലോ, ഇത് കസ്റ്റംസിൻ്റേതായിട്ടുള്ള ഇത്തരം നിരവധി കേസുകളിലെല്ലാം വന്ന് 90 ദിവസം 90 days ആണല്ലോ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക്. അതൊരു ഇപ്പോൾ അമേരിക്കയിലാണ് എങ്കിൽ ശരി, അവിടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവിടുത്തെ CIAക്ക് കൂടി സമാനമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇത് അമേരിക്കൻ ഐക്യനാടുകളിലെ FBIക്കും ഒപ്പം CIAയുടെയും രണ്ടിൻ്റെയും കൂടി ചേർന്നിട്ടുള്ളൊരു മിശ്രിതമായിട്ടാണ് ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വാസ്തവത്തിൽ പാർലമെൻറ്റിന് മുന്നാകെ ബില്ല് തന്നെ വരുന്നത്.
അപ്പോൾ അവിടെയുള്ള ചർച്ചകൾ അത് ഒരുപാട് അധികാരങ്ങൾ ഉള്ളപ്പോഴാണ് ഇവിടെ വേറെ പല കാര്യങ്ങളിലും വന്നത്. അപ്പോഴാണല്ലോ CBIയുടെ വരവ്. എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് ഞാൻ വണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു എന്നുള്ളത് പോലെയാണല്ലോ. ഇവിടെ നേരത്തെ തന്നെ നിരവധി തവണ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധി കേസുകൾ, അഴിമതി കേസുകളടക്കം അന്വേഷിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലയിലേക്ക് നിൽക്കുമ്പോഴാണല്ലോ ഇക്കാര്യത്തിൽ വന്നത്. ഇനി അത് മാത്രമല്ലല്ലോ, ഇത് കസ്റ്റംസിൻ്റേതായിട്ടുള്ള ഇത്തരം നിരവധി കേസുകളിലെല്ലാം വന്ന് 90 ദിവസം 90 ഡേയ്സ് ആണല്ലോ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക്. അത് ഇപ്പോൾ അമേരിക്കയിലാണ് എങ്കിൽ ശരി, അവിടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവിടുത്തെ CIA കൂടി സമാനമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇത് അമേരിക്കൻ ഐക്യനാടുകളിലെ FBI-ക്കും ഒപ്പം CIA-യുടെയും രണ്ടിൻ്റെയും കൂടി ചേർന്നിട്ടുള്ളൊരു മിശ്രിതമായിട്ടാണ് ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വാസ്തവത്തിൽ പാർലമെൻറ്റിന് മുന്നാകെ ബില്ല് തന്നെ വരുന്നത്. അപ്പോൾ അവിടെയുള്ള ചർച്ചകൾ അത് ഒരുപാട് മണിക്കൂറുകൾ നടന്ന ചർച്ചകളാണ്. ആ ചർച്ചകൾ നമ്മൾ വല്ല അതെടുത്തൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ എന്താണ് 90 ദിവസം ഇതിൻ്റെ അന്വേഷണം തകൃതിയായി ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ വിജയത്തോടു കൂടി തന്നെ ഇതിൽ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓരോ ദിവസവും കോടതിയിൽ ഇങ്ങനെയാണ്, കോടതിയുടെ പരാമർശനം ഇങ്ങനെ വന്നു, കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴി ഇങ്ങനെയാണ്, സീൽ വെച്ച കവർണകത്തിന് ഇങ്ങനെയാണ്, ഇതെല്ലാം പറഞ്ഞ ആളുകൾ ഇതെല്ലാം വിഴുങ്ങി. ഇപ്പോൾ ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റി അറിയണ്ട. ഇനി സീല് പൊട്ടിച്ച് പുറത്ത് കൊടുത്താലും ഇത് നമ്മുടേതായിട്ടുള്ള പൊതുമണ്ഡലത്തിലേക്ക് അത് അങ്ങനെ വന്നിരുന്നാലും അവർക്ക് ആർക്കും ഒരു താല്പര്യവും ഇല്ല. ഇത് വരുന്ന ഒരു മെയ് മാസം വരെ ഈ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പ് വരെയും ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കുറേ ഓടിച്ചുകൊണ്ടേയിരിക്കും. അതിനപ്പുറം വേറൊന്നും ഇതിനകത്ത് നടക്കാനായിട്ട് പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മുൾമുനയിൽ നിർത്തണമല്ലോ, സ്പീക്കറുടെ ഓഫീസിനെ മുൾമുനയിൽ നിർത്താൻ നോക്കിയില്ലേ? അതിനാണല്ലോ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്, ഈ ഗോഡ് ഫാദർ സിനിമയിൽ പറഞ്ഞതുപോലെ അച്ഛൻ അല്ലെങ്കിൽ അടിയടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടി വേറൊരാൾക്ക് കൊടുത്തതിനെ പറ്റിയുള്ളത്. അതും അവിടെ നടന്നില്ലേ? ജലീലിനെ എന്തായിരുന്നു സാധനം? അപ്പോഴാണല്ലോ ഒരു ബഹുമാനപ്പെട്ട പാർലമെന്റ് അദ്ദേഹം ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ രാജിവെക്കും. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇനി ഈത്തപ്പയം എന്നാണ് പറയുന്നത്, ഈത്തപ്പയത്തിൻ്റെ കുരു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അപഹാസ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ആരെയെല്ലാം കുറിച്ച് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇത് രാഷ്ട്രീയം എന്നുള്ളതിൽ ഈ കേരള സംസ്ഥാനത്ത് രാഷ്ട്രീയം ജനങ്ങളോട് പറയാൻ കഴിയില്ല എങ്കിൽ ആ രാഷ്ട്രീയം പറയാൻ കഴിയാത്തത് കൊണ്ട് ഇത്തരത്തിൽ കുറേ ആളുകളെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളതാണ്. ജനങ്ങൾ അത് അംഗീകരിച്ചില്ല എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. ഇതിൻ്റെ പിന്നിലുള്ളത് രാഷ്ട്രീയമായ ദുഷ്ടലാക്കാണ് എന്നുള്ളത്. നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളെ രാഷ്ട്രീയമായി നിലനിർത്താം എന്നുള്ളതാണോ വ്യാമോഹിക്കുന്നത്? ഇവിടെ ശ്രീ സജീവൻ, നമ്മൾ വളരെ എങ്ങനെയൊക്കെ ഏത് ഏജൻസി അന്വേഷിച്ചാലും NIA എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി. അവരുടെ കണ്ടെത്തലുകൾ തന്നെയാണ് ഈ യഥാർത്ഥ കള്ളക്കടത്തിൻ്റെ, ഈ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, അതിൻ്റെ ഗൂഢാലോചന, അത് നടത്തിപ്പ്, ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിയാൻ ആളുകൾ കാത്തിരിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞൊരു കുറ്റപത്രം കൊടുത്തു, അതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രങ്ങളെ കൊണ്ടുവന്നു. ആ ഫൈസൽ ഫരീദൊന്നും ഇന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനായിട്ടില്ല. NIAയുടെ അന്വേഷണത്തിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടുമില്ല, അവരുടെ കസ്റ്റഡിയിലേക്കോട്ടും ആ നിലയ്ക്ക് വന്നിട്ടുമില്ല. ഇതിലൊരിടത്തും താങ്കൾ പറഞ്ഞ പോലെ ശിവശങ്കർ പ്രതിയായി വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്താണ് പറയുന്നത്? ഇതേ കള്ളക്കടത്തിൻ്റെ കിങ് പിന്നാണ് ശിവശങ്കർ എന്ന് പറയുന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഇപ്പോൾ 15/10/20 കസ്റ്റഡിയിൽ വെച്ച് അത് ശിവശങ്കർ സമ്മതിച്ചു. ആ നിലയിൽ ബോധ്യപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകൾ, സന്ദേശങ്ങൾ കിട്ടി എന്ന് പറയുന്നു. അന്നും താങ്കളടക്കമുള്ള മാധ്യമപ്രവർത്തകർ, ശ്രീ KJ ജേക്കബിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഡേറ്റും സമയവും വെക്കാത്ത ED ഹാജരാക്കിയെന്ന് പറയപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകളെ അന്നേ ചർച്ചകളിൽ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ ശിവശങ്കറിൻ്റെ തന്നെ വാദം വന്നിട്ടുണ്ട്. അതൊന്നും പക്ഷേ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതല്ല. അതിൽ വരുന്ന പിന്നീട് പല ഡോക്യുമെൻറ്റുകളിലൂടെ വന്നിട്ടുള്ള ഒരു വിവരം, 2019 സ്വപ്നയ്ക്കായി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു എന്നാണ് ED പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കോടതിക്ക് മുമ്പാകെ വന്നിട്ടുണ്ട്. ഫുഡ് ബാഗേജ് വിട്ടുകിട്ടാൻ സ്വപ്ന ആവശ്യപ്പെട്ടു. 2019 സ്വർണ്ണക്കടത്ത് നടക്കുന്ന 2020 നവംബറിന് ശേഷമാണ്. അന്ന് ശിവശങ്കർ നോർക്ക ഉദ്യോഗസ്ഥരോട് അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. എയർപോർട്ട് അതോറിറ്റിയെയോ കസ്റ്റംസിനെയോ വിളിച്ചിട്ടേയില്ല എന്ന് കോടതി മുമ്പാകെ അവർ പറയുന്ന സാഹചര്യം ഉണ്ടായി. കോടതി അതൊക്കെ പരിശോധിച്ചതാണ്. അതിനുശേഷം ED പറയുന്നത് പക്ഷേ കള്ളക്കടത്തിന് വേണ്ടി 1 വർഷം മുമ്പേ സ്വപ്നയ്ക്ക് വേണ്ടി വിളിച്ചു എന്ന മട്ടിൽ അതിനെ അവതരിപ്പിച്ചു. ED സമയവും തീയതിയും വെക്കാതെ അതിന് തെളിവായി വാട്സപ്പ് ചാറ്റുകൾ അവതരിപ്പിക്കുന്നു. 17/11/20 സെഷൻസ് കോടതി ആ മുൻകൂർ ജാമ്യ ഹർജി തള്ളി ശിവശങ്കറിൻ്റെ. പക്ഷേ അതിൽ ശ്രദ്ധേയമായൊരു വാചകം അന്ന് തന്നെ കോടതി എഴുതി ചേർത്തു. ബട്ട് സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ഫൈൻഡ് പ്ലേസ് ഇൻ ദി കേസ് റെക്കോർഡ്സ് ഓർ ഇൻ ദി സീൽഡ് കവേഴ്സ്. ഈ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ
സീൽഡ് കവറിലോ കേസ് റെക്കോർഡ്സിലോ ഇല്ലല്ലോ എന്ന് കോടതി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ശിവശങ്കർക്ക് അന്ന് തന്നെ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. NIA പറയുന്നില്ല കള്ളക്കടത്തിൽ ശിവശങ്കർ പ്രതിയാണ് എന്ന്. എന്നാൽ കിങ് പിനാണ് എന്ന് സ്വർണ്ണക്കടത്തിൻ്റെ അനുബന്ധ കേസ് അന്വേഷിക്കുന്ന ED പറയുന്നു. അങ്ങേയറ്റം ദുർബലമായി പോകുന്ന നിലയിലേക്ക് അന്വേഷണ ഏജൻസികൾ സ്വയം വെളിപ്പെടുകയാണോ? അല്ല, അന്വേഷണ ഏജൻസികൾ ദുർബലമായി പോകുന്ന രീതിയിൽ വെളിപ്പെടുക എന്നല്ല പറയേണ്ടത്. EDA പോലുള്ളൊരു ഏജൻസി, ഇപ്പൊ ഈ 4 ഏജൻസികളാണ് ഇവിടെ അന്വേഷിക്കുന്നതിൽ ഏറ്റവും ഈ അപഹാസ്യമായ രൂപത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഈ കേസിൽ മാത്രമല്ല. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ED കൈവച്ചിട്ടുള്ള കേസുകൾ മുഴുവൻ അവർ അപഹാസ്യമാവുന്ന രൂപത്തിലാണ്. നമുക്കറിയാമല്ലോ, മഹാരാഷ്ട്രയില് അജിത് പവാറിനെതിരെയുള്ള അഴിമതി കേസ് കൊണ്ടുവന്നത് ED ആയിരുന്നു. 3000 കോടിയുടെ മറ്റാണ് കേസ് വന്നിരുന്നത്. പക്ഷേ അജിത് പവാർ കാലപ്പുറത്തേക്ക് ഇന്ന് മാറ്റി വെച്ചപ്പോൾ ഈ കേസെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് ഒന്നും അല്ലാതെ ആയിപ്പോയി. ആ കേസേ തേച്ച് മാച്ചു കളഞ്ഞു. അജിത് പവാർ മിടുക്കനായതുകൊണ്ട് ഇപ്പുറത്തേക്ക് തന്നെ കാല് മാറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇപ്പൊ അഴിമതിയിൽ പെടുക എന്ന് പറയുന്നത് തങ്ങൾക്ക് എതിരായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് ചെയ്യും. ഇത് ബംഗാളിൽ ഇതേ സംഗതി എല്ലാ സ്ഥലങ്ങളിലും ED ഈ തരത്തിൽ ഒരു തരത്തിൽ എന്തോ ഒരു ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞ പോലെയാണ്. HMVയുടെ രീതിയിലാണ്. കാരണം മറ്റ് തന്റെ മേധാവി, തന്റെ യജമാനൻ എന്താണോ പറയുന്നത് ആ ശബ്ദം പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക് ED തരം താഴുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. ഇവിടെ അന്വേഷണ ഏജൻസികളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള, ഏറ്റവും മുൻനിരയിലുള്ള NIA നടത്തിയിട്ടുള്ള ഈ അന്വേഷണത്തിന് അത് അവര് ഇനിയിപ്പോ ശിവശങ്കറെ ഉൾപ്പെടുത്താൻ ഉള്ള സാധ്യതകളെ കുറിച്ചൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ മാഷോട് പറഞ്ഞത്. സമ്മതിക്കാം, ഒരു പക്ഷെ വരുമായിരിക്കാം, ഇല്ലായിരിക്കും, 2ാമത്തെ കുറ്റപത്രത്തിലോ 3ാമത്തെ കുറ്റപത്രത്തിലോ കൊടുക്കുമായിരിക്കാം. പക്ഷെ അവരിപ്പൊ തയ്യാറാക്കിയിട്ടുള്ള ചാർജ് ഷീറ്റിൽ വളരെ കൃത്യമായി പറയുന്നു, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നതിന് മുൻപേ തന്നെ ഈ ഒരു ദേശവിരുദ്ധ ശക്തികൾ ഒരുമിച്ച് ഒരു സംഘം ഉണ്ടാക്കിയിരുന്നു, ഒരു വിപുലമായ സംഘം ഉണ്ടാക്കിയിരുന്നു. അത് UAE കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെ നിന്ന് അവർ ചില ആളുകളെ കള്ളക്കടത്തിനുള്ള മേഖലകൾ തേടിയിട്ട് പല ആളുകളെയും സ്വാധീനിച്ചു. കോൺസുലേറ്റ് വഴി കൊണ്ടുവരാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരായിരുന്ന സ്വപ്നയെയും സരിത്തിനെയും മറ്റും സ്വാധീനിച്ചു. ഇങ്ങനെ പലതും പറയും. എന്നിട്ട് പറയുന്നത് ഈ തരത്തിൽ ഇത് കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ദേശവിരുദ്ധ കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് കൊണ്ടുവന്ന ആളുകൾ അതിവിടെ എത്തിയിട്ട് ആരുടെ കയ്യിലേക്ക് എത്തി? ഇത്തരം കാര്യങ്ങൾ എത്തണം. ശിവശങ്കറിന്റെ കൈകളിലേക്കാണ് ഈ കൊണ്ടുവന്നിട്ടുള്ള സ്വർണം മുഴുവൻ എത്തിയതെങ്കിൽ അത് പിടിക്കപ്പെടണമല്ലോ കിങ് പിൻ ആവുമ്പോ. അപ്പൊ അത് ഈ NIAയുടെ ഈ കുറ്റപത്രത്തിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ വന്ന് ബാക്കി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ റമീസിനെ നിയോഗിച്ച ഗൂഢസംഘം എന്നാണ്. റമീസിനെ നിയോഗിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മുകളിൽ വേറെ കുറെ ആളുകൾ ഉണ്ടാവണം. ആ ഗൂഢസംഘത്തിൽ ആരൊക്കെയുണ്ട്, ഇവിടേക്ക് സ്വർണം എത്തിയപ്പോൾ ആരുടെ കൈകളിലേക്കാണ് എത്തിയത്, ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെങ്കിൽ ആ ഉപയോഗിച്ചത് ആര് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഇവിടെയൊന്നും ശിവശങ്കറിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ NIA പോയത് ഒരു വഴിക്കും ED വന്നത് വേറൊരു വഴിക്കും അവർ പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു വഴിക്കാണ്. അവരുടെ EDയുടെ നീക്കങ്ങൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വളരെ കൃത്യമായിട്ടും, അത് ഒരു സ്ഥലത്തല്ല, ഇത് ഇവിടെയുള്ള പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ ഇവിടെ ശിവശങ്കറിനെതിരെയോ അല്ലെങ്കിൽ ജലീലിനെതിരെയോ എന്നുള്ള നീക്കം മാത്രമല്ല, ഇത് നമ്മൾ കർണാടകയിൽ കണ്ടതല്ലേ, ശിവകുമാറിനെതിരെ നേർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയിൽ കണ്ടു. എല്ലാ സ്ഥലങ്ങളിലും ED എവിടെയൊക്കെ തിരിയുന്നു അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു HMV രീതിയിൽ മാത്രം പോകുന്നു. കസ്റ്റംസിന്റെ കാര്യത്തിലും പുതിയ രീതിയിൽ UAPA നിയമം അത് ഭേദഗതി വരുത്തിയപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത്, ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നത് പോലും ദേശവിരുദ്ധ പ്രവർത്തനമാണ്, UAPA ചുമത്താവുന്ന കുറ്റമാണ് എങ്കിൽ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അവർ നടത്തണ്ടേ? അവർ അതിന്റെ പിന്നാലെ പോവാതെ, അതാരെ കൊണ്ടുവരുന്നു, എങ്ങോട്ട് കൊണ്ടുപോകുന്നു പോവാതെ ഇതിന്റെ പിന്നിൽ ബാക്കി കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കസ്റ്റംസും പോകുന്നത്. അന്വേഷിച്ച് ഈ കള്ളക്കടത്തിന്റെ കാര്യം പോലുമല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിൽ കസ്റ്റംസുകാരുടെ പങ്കത്ത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നോക്കണ്ടേ? അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഏജൻസികളിൽ ഓരോന്നും എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ കണ്ടതിൽ NIAയുടെ പോക്ക് ഏതാണ്ട് സത്യസന്ധം എന്ന് പറയാവുന്ന രീതിയിലാണ്. കസ്റ്റംസിന്റേതും EDയുടേത് പൂർണ്ണമായിട്ടും അതൊരു HMV രീതിയിൽ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ രാഷ്ട്രീയം മാത്രമാണുള്ളത്. ഇതിനാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഒരു മറുപടി താങ്കളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്. പൊതുവിൽ NIAയുടെ അന്വേഷണം വിശ്വസനീയമാണ് എന്ന് ആളുകൾക്ക് തോന്നുകയും അതേസമയം തന്നെ തൊട്ടു പിന്നാലെ വന്ന ഏജൻസികൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി. അതിന് ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് മാതൃകകൾ ഈ സർക്കാർ തന്നെ, മോദി സർക്കാരിൻ്റെ കാലത്തുണ്ട്. അതിൽ കോൺഗ്രസിനടക്കം വലിയ പരാതിയുണ്ട്.
ഒരു നിരവധിയായ ഉദാഹരണങ്ങൾ ഉള്ളപ്പോൾ അതേ വഴിയിൽ അതിൻ്റെ ഒരു കേരള തെളിവായി, കേരള ഉദാഹരണം സൃഷ്ടിക്കലായി കേരളത്തിൽ വന്ന ED പ്രവർത്തിച്ചു, രാഷ്ട്രീയ പ്രേരിതമായി. ഇതിനാണൊരു മറുപടിയും വിശദീകരണവും ഈ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നൽകേണ്ടി വരുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ പൊതുവായ താല്പര്യങ്ങൾക്കു കൂടി വിധേയമാകും വിധം ഈ ഏജൻസികൾ പ്രവർത്തിച്ചു. NIA അതിന് നിന്നിട്ടില്ല എന്ന് വേണം ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ. അവർ വ്യത്യസ്തമായി പോകുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ED പറയുന്നു സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കിങ് പിൻ മുഖ്യ സൂത്രധാരൻ ശിവശങ്കറാണ് എന്ന് കോടതിയിൽ പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. പക്ഷേ NIAക്ക് അങ്ങനെ ഒരു കേസേ ഇല്ല. NIA കുറ്റപത്രം വരെ നൽകി കഴിഞ്ഞു. അതിൽ ഈ പറയുന്ന കിങ് പിൻ പ്രതി പോലുമല്ല. എന്തുതരം വൈരുദ്ധ്യമാണിത്? ഇതിലെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എങ്ങനെയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാവുക എന്നുള്ളതാണ്. ശ്രീ സമ്പത്ത് ഇതിനെ രാഷ്ട്രീയമായി കാണുന്നു എന്ന് പറഞ്ഞു. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പിടിച്ച സമയത്ത് ആ പിടിച്ചത് കസ്റ്റംസ് അത് പിടിച്ചു, അന്വേഷണം നടത്തി. ആ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥൻ അതിനുവേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തി, ഇതൊക്കെ ചെയ്തു. ആ കസ്റ്റംസ് അന്വേഷണം നടത്തിയതിനു ശേഷം ആ കസ്റ്റംസ് അന്വേഷണത്തിന്റെ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ള ആരോപണം വന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതിയിട്ട് കേന്ദ്ര ഏജൻസിയെ വിളിച്ചു വരുത്തിയത്. ഇതിലെങ്ങനെയാണ് BJP രാഷ്ട്രീയം കളിച്ചു എന്ന് പറയാൻ സാധിക്കുക? അങ്ങനെ ആദ്യം കസ്റ്റംസ് വന്നു. കസ്റ്റംസ് വന്ന് അന്വേഷിച്ച സമയത്താണ് കസ്റ്റംസിന്റെ അന്വേഷണത്തിലൂടെ കണ്ട സമയത്ത് ഉപയോഗിച്ചു, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിലെ ഗൂഢാലോചന നടന്നു, സാമ്പത്തികമായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനം നടന്നു എന്ന് കണ്ടപ്പോഴാണ് NIA അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ വന്നത്. NIA അന്വേഷണ ഏജൻസി അന്വേഷിച്ചപ്പോഴാണ് UAE-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്താരാഷ്ട്ര തലത്തിലെ കാര്യങ്ങളും ഉണ്ട് എന്ന് കണ്ടപ്പോൾ അതുപോലെ തന്നെ NIA കേസെടുത്തു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട റിവേഴ്സ് ഹവാല കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം പ്രതിയാണെന്ന് കണ്ടെത്തി. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി. ഈ അന്വേഷണം ഒന്നും തന്നെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് വന്നതല്ലല്ലോ, പ്രധാനമന്ത്രി വിളിച്ചു വരുത്തിയത്. പിന്നെ എങ്ങനെയാണ് ഇതിൽ രാഷ്ട്രീയം കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും കോടതി എന്താ പറയുക, ഡോളർ കള്ളക്കടത്ത് കേസിൽ അദ്ദേഹം പ്രതിയാണ്, ശക്തമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ രാഷ്ട്രീയം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഏത് തരത്തിലെ രാഷ്ട്രീയം കാണാം? ഇന്ന രാഷ്ട്രീയം കളിച്ചിട്ടില്ല, മറ്റു പല കേസുകളും രാഷ്ട്രീയം കളിച്ചോ എല്ലോ എന്നുള്ള ചർച്ചയല്ലേ. ഇവിടെ ഈ കേസിൽ എന്താണ് രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നപ്പോൾ തന്നെ അല്ലേ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂരിൽ പിടികൂടിയ ആ വ്യക്തിയിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സെക്രട്ടറി മകനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കോടികൾ തട്ടിപ്പ് പുറത്തു വന്ന് അപ്പൊ ഒരു അന്വേഷണം തുടങ്ങി. ആ അന്വേഷണത്തിന് ചെയിൻ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് പലതരത്തിലെ കണ്ടെത്തലും നടന്നുള്ളത്. അപ്പൊ ഇതെങ്ങനെ BJP എങ്ങനെ ഇതിൽ രാഷ്ട്രീയം കളിച്ചു പറയാൻ സാധിക്കാം? ആ ആരോപണത്തെ ഞാൻ ശക്തമായിട്ട് നിഷേധിക്കുകയാണ്. പിന്നെ മറ്റ് ശ്രീ സമ്പത്ത് സൂചിപ്പിച്ച രാഷ്ട്രീയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയമുണ്ടാക്കിയത് ഈ ഒരു ശക്തമായിട്ട് എന്ത് അനുകൂല നിലപാടായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടായിട്ടുള്ള പാർട്ടി BJP ആയിരുന്നു, NDA ആയിരുന്നു. മാണിയുടെ രാഷ്ട്രീയമായിട്ട് നിങ്ങളുടെ എതിർപക്ഷത്ത് നിന്നിരുന്ന ആ മാണിക്കെതിരെ വലിയ സമരം നടത്തിയ മാണിയുടെ ജോസ് കെ മാണിയെ കൂടെ കൂട്ടി 2-3 ജില്ലകൾ ഉണ്ടാക്കിയ മുന്നേറ്റം കൊണ്ടാണ് ചെറിയ മുന്നേറ്റം പഞ്ചായത്തിന്റെ കാര്യത്തിൽ, സീറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല, മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലുണ്ട്. അപ്പൊ വലിയൊരു മുന്നേറ്റമൊന്നും ആ സമയത്ത് നടത്താൻ സാധിച്ചു. രാഷ്ട്രീയമായിട്ട് ഒരു വിജയം നേടിയ നിങ്ങൾ അവകാശമുണ്ട്. അങ്ങനെ നേടിയെന്ന് അവകാശം നേടിയിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ കിറ്റ് മൂലവും അതുപോലെ തന്നെ കിറ്റ് കൊണ്ടും അതുപോലെ തന്നെ പെൻഷൻ കൊണ്ടും വിജയിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവായിരുന്നില്ലേ സോളാർ കേസ് 4.5 വർഷത്തിന് ശേഷം കുത്തിപ്പൊക്കിയതും അതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഈ സർക്കാരിലെ നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസമില്ല, നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ ലൈഫ് മിഷനിലെ അഴിമതിയും മയക്കുമരുന്ന് കള്ളക്കടത്തും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചയാകും. അങ്ങനെ ചർച്ചയായി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി നേരിടുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ വല്ലാതെ ഭയക്കുന്നു. അതുകൊണ്ടാണ് കിറ്റും പെൻഷനും കൊണ്ടും തുടർ ഭരണം ഉണ്ടാകുമെന്ന് നിങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് മറ്റു പല കേസുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയമായി ഈ വിഷയങ്ങൾ ഉപയോഗിക്കുന്ന ഇടതുമുന്നണിയാണ്, CPM ആണ്. BJPക്ക് ഇതിലെന്ത് രാഷ്ട്രീയമുള്ളത്? BJPക്ക് എന്ത് രാഷ്ട്രീയ നേട്ടമുള്ളത്? ഈ അന്വേഷണം താങ്കൾ സൂചിപ്പിച്ചു NIA അന്വേഷണം എന്ന് പറഞ്ഞാൽ സാധാരണ ക്രിമിനൽ കേസ് അന്വേഷിക്കുന്ന പോലെയല്ലോ രാജ്യദ്രോഹം ബന്ധപ്പെട്ടില്ല. ആ കേസ് അന്വേഷണം തുടരുകയാണ്. ആ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NIAയുടെ അന്വേഷണം ഇത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവസാനിക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുകയും അതുപോലെ തന്നെ CM രവീന്ദ്രനെ സ്പീക്കർ എത്ര പേരാ അതിൽ കേസിൽ പ്രതികളായിട്ടുള്ള സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസിൽ സ്വപ്ന സുരേഷ് 10ാം ക്ലാസ്സുകാരിക്ക് 1.25 ലക്ഷം ശമ്പളം കൊടുത്തിട്ട് അവിടെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ സർക്കാർ വല്ലാത്തൊരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത്
എവിടെയോ ഒരു ജാമ്യം കിട്ടിയത് ഒരു വലിയ സംഭവമായി ചിത്രീകരിക്കും. അതിലൂടെ കേരളത്തിൽ ഇതാ ഈ കേസെല്ലാം ഇല്ലാതായി എന്നുള്ളത് ഏതായാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനത വിശ്വസിക്കാൻ പോകുന്നില്ല. ഏതായാലും ആ രാഷ്ട്രീയ പ്രചാരണം ഏതായാലും നടക്കുന്ന ഒരു ഘട്ടത്തിൽ നടക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ പ്രതികൾ അവരെല്ലാം തന്നെ കേസിൽ കുടുങ്ങുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് 2 മാസം മാത്രമേ. ഞാൻ വരാം ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് ഈ ചർച്ചയിലേക്ക് പക്ഷെ ഞാൻ വരാം. താങ്കൾ ഈ പറഞ്ഞു വെച്ചത് ഇപ്പോഴും സർക്കാർ പ്രതിക്കൂട്ടിലാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന BJPയുടെ ഒരു ബോധ്യമാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഈ ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കൂടി കടന്നു വരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ്, ഇപ്പോൾ ശിവശങ്കറിന് ജാമ്യം കിട്ടിയ ഒരു സാഹചര്യം, NIA കുറ്റപത്രം കൊടുത്ത പശ്ചാത്തലം, ഇതെല്ലാം ചേർത്തുവെച്ച് ഈ കേസിൽ പല സംശയങ്ങളും പല വിമർശനങ്ങളും ഇതിൻ്റെ മുൻകാലഘട്ടങ്ങളിൽ നേരിട്ടുന്നയിച്ച വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഇതിൻ്റെ പുതിയ സാഹചര്യങ്ങളും അതിൻ്റെ മുന്നോട്ട് പോക്കും കാണുമ്പോൾ കുറേ നാളായല്ലോ ചർച്ചയിൽ കണ്ടിട്ടും നമ്മൾ സംസാരിച്ചിട്ടും, എന്താണ് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അഡ്വക്കേറ്റ് ഹരീഷിൻ്റെ ഒരു പൊതുനിഗമനം? ശരത്തുമായിട്ട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയിൽ ആദ്യം വന്ന ദിവസം ഞാൻ ഉന്നയിച്ചൊരു ചോദ്യം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന NIA ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കാൻ വന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം അന്ന് ചർച്ച ചെയ്തതാണ്. ആരാണ് ഈ സ്വർണം അയച്ചത്, ആർക്കാണ് അയച്ചത് എന്ന ചോദ്യമാണ് ഇതിൽ പ്രധാനം. അത് അന്വേഷണ ഏജൻസികൾ ചോദിക്കുന്നില്ല എന്ന പരാതിയാണ് ശരത്ത് നയിച്ച ആ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ചത്. ഇന്നിപ്പോ ശ്രീ ശിവശങ്കറിനെ ഇത്രയേറെ ദിവസങ്ങൾ ജയിലിൽ കിടത്തിയതിനു ശേഷം ജാമ്യം നൽകി കോടതി പുറത്തുവിടുമ്പോഴും ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴും നേരത്തെ ഹൈക്കോടതിയിലും ഇപ്പോൾ കീഴ്ക്കോടതിയിലും ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ തെളിവിന്റെ ഒരു കണിക പോലും ഹാജരാക്കി പ്രാഥമികമായി കേസുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകാൻ, ഇന്നത്തെ കേസിലെ വിധിന്യായത്തിൽ ബെയിൽ ഓർഡർ ആണെന്ന് പുറത്തു വന്നിരിക്കുന്നത്, അതിനകത്ത് പോലുമുള്ള ഒബ്സർവേഷൻസ് നമ്മൾ വായിച്ചാൽ ഇദ്ദേഹത്തിന് ഇതേപ്പറ്റി അറിയാമായിരുന്നു, ഈ പ്രതിക്ക് ഇതേപ്പറ്റി അറിയാമായിരുന്നു, എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഒന്നും കൊണ്ടുവരാനോ തെളിയിക്കാനോ, നമ്മളിത് പറയുമ്പോൾ ഓരോ ഏജൻസികൾക്കും ഓരോ കുറ്റവും തെളിയിക്കാൻ കൊടുത്തിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്തിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിലിനുള്ള അർഹത ആ പ്രതികൾക്ക് കിട്ടും. അപ്പൊ ഇന്നലെ വരെ ശിവശങ്കറിനെ ജാമ്യത്തിൽ വിടാൻ പാടില്ല എന്ന് പറയാനായിട്ട് അന്വേഷണ ഏജൻസികൾ, അത് കസ്റ്റംസ് ആയാലും ED ആയാലും ഒക്കെ പറഞ്ഞിരുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ഈ പ്രധാനപ്പെട്ട പോസ്റ്റ് വഹിക്കുന്ന ഒരാൾ പുറത്തെത്തിയാൽ സാക്ഷികളെ സ്വാധീനിക്കും, തെളിവുകൾ നശിപ്പിക്കും, ഇത്തരത്തിലുള്ള വാദഗതികൾ. ഇന്നിപ്പോ അദ്ദേഹം പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും ആ പ്രതി ഇവര് പറയുന്ന പോലെയാണെങ്കിൽ 90 ദിവസം കഴിഞ്ഞായാലും ഇതിനെയൊക്കെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കാനും തേച്ചു മാറ്റാനും കളയാനൊക്കെ സാധ്യതയുള്ള ഒരാളാണ്. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി പീരീഡിനകത്ത് തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ ഒരു കേസിൽ കുറ്റപത്രത്തിൽ ഗൗരവമായ ചാർജസ് കൊടുക്കാൻ കഴിയൂ എന്ന് എല്ലാ ഏജൻസികൾക്കും അറിയാം. നമ്മൾ ഇത്രയേറെ മാസങ്ങൾ ഇത് ചർച്ച ചെയ്തിട്ടും ഏറ്റവും പ്രാഥമികമായിട്ട് ചോദിക്കേണ്ട ചോദ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും പെൻഡിങ് നിൽക്കുകയാണ്. ആരാണ് സ്വർണം അയച്ചത്, ആർക്കാണ് സ്വർണം അയച്ചത്? ഇതിൽ NIAക്ക് താല്പര്യമില്ല, ഇതിൽ കസ്റ്റംസിന് താല്പര്യമില്ല, ഇത് EDക്ക് താല്പര്യമില്ല, ഇവരാരും അതിന്റെ പുറകെ പോകുന്നില്ല. ബ്ലൂ കോർണർ നോട്ടീസ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള അന്താരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെടുത്തി, ഇന്റർപോളുമായി ബന്ധപ്പെടുത്തി ഇവരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മൾ മാസങ്ങളോളം ചർച്ച ചെയ്തിട്ടും വിദേശത്ത് അറസ്റ്റിലാണോ അല്ലയോ എന്ന് പോലും അറിയാത്ത ഒരു പ്രതിയെ പോലും ഇവിടെ കൊണ്ടുവരാനോ ഈ കേസിൽ എന്തെങ്കിലും നിർണായകമായ തെളിവ് കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല. ഈ ചർച്ച മുഴുവനും ഇതിന്റെ രാഷ്ട്രീയമായ, കക്ഷി രാഷ്ട്രീയമായിട്ടുള്ള, കേവല രാഷ്ട്രീയമായിട്ടുള്ള ഇതിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്, സെക്രട്ടേറിയറ്റിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ഇന്നും നമ്മൾ ഒരടി പോലും എന്റെ ശരത്തെ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കേസായിട്ട് ഇത് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിന്റെ പിന്നിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താനാണ് ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. ചില സാങ്കേതികമായ കാരണങ്ങളാൽ നമുക്ക് ക്രിമിനൽ കേസിലെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ പോകാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട വീഴ്ചയാണ്. അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതികളുടെ ഇടപെടൽ ആവശ്യമാണ്. അങ്ങനെ ഒരു ആവശ്യത്തിന് ഞാൻ തന്നെ മുൻകൈ എടുക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കറിയാം സുപ്രീം കോടതിയിലെ സിക്രി വാസു കേസിലെ ജഡ്ജ്മെന്റ് അനുസരിച്ച് പൊതു താല്പര്യ ഹർജികൾക്ക് ഇതിനകത്ത് ലിമിറ്റേഷനാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയേറെ നമ്മൾ കാലതാമസം വരുത്തിയിട്ട് പോലും ഈ അന്വേഷണ ഏജൻസികൾക്ക് ഈ പത്രമാധ്യമങ്ങളിൽ എഴുതി പിടിപ്പിച്ച കഥകൾക്ക്
ആവശ്യമായ ഒരു തെളിവിന്റെ കണിക പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നിപ്പോ ബെയിൽ ഓർഡറിനകത്ത് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അങ്ങേയറ്റം പറഞ്ഞാൽ ഈ പ്രതിക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറയാവുന്നത് കസ്റ്റംസ് ആക്ടിലെ 135 അനുസരിച്ചാണ്. ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു. ആ അറിവുണ്ടായിട്ടും സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടും അത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചില്ല. പ്രതിയെ സഹായിച്ചു, പ്രതിയുടെ കൂടെ നിന്ന് ഇതിനെ ഒത്താശ ചെയ്തു, മറ്റ് പ്രതികളുമായി ബന്ധപ്പെട്ട് ഇതിന് ഗൂഢാലോചന നടത്തി. ഇതൊന്നും ഈ ഓർഡറിൽ ഞാൻ വായിച്ചില്ല. മറ്റു വിശദമായ വിധിന്യായങ്ങൾ വരാനിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ തുടക്കത്തിൽ ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഇപ്പോഴും ഇത് ചെന്ന് നിൽക്കുകയാണ്. ആരാണ് ഈ സ്വർണം അയച്ചത്, ആർക്കാണ് അയച്ചത്? ഇതേപ്പറ്റി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കില്ല. കാരണം ഇതിന്റെ ഉദ്ദേശം കക്ഷി രാഷ്ട്രീയമാണ്. ശ്രീ സമ്പത്ത്, ഞാൻ ഹരീഷിലേക്ക് മടങ്ങി വരാം. ശ്രീ സമ്പത്ത്, പക്ഷെ അപ്പോഴും പറഞ്ഞു പോയതും പറഞ്ഞുകൊണ്ടേയിരുന്നതുമായൊരു കാര്യം പാതി വഴിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പരിമിതി മനസ്സിലാക്കാവുന്നതാണ്. അത് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ വാക്കുകളിലുമുണ്ട്. ഇപ്പോഴും സർക്കാർ പ്രതിക്കൂട്ടിലാണ്, എത്രയോ പേർ പ്രതികളാണ്, അല്ലെങ്കിൽ എത്ര പേർ ആകെ പെട്ടുകിടക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് പറയേണ്ടി വരുന്നൊരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ്റെ ഈ പറഞ്ഞ തരത്തിൽ, ഇപ്പോൾ ഹരീഷ് പറഞ്ഞ പോലെ ഡോളർ കള്ളക്കടത്ത് കേസിലാണ്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടല്ല, ഡോളർ കടത്ത് കേസിൽ പരിമിതമായ അറിവുണ്ടായിരുന്നു ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥനായിട്ട് പോലും അതുണ്ട് എന്ന് പറയുന്നൊരു ഒരു ഭാഗമുണ്ട് എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ ഭാഗമാണ്. അതേക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ ഇപ്പോഴും ഇത് വിടാതെ സർക്കാരിനെതിരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ താല്പര്യം, അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾ ED-യിൽ നിന്നൊക്കെ ഇനിയും കൂടുതൽ സംഭാവനകൾ അവർക്ക് വേണ്ടി LDF പ്രതീക്ഷിക്കുന്നുണ്ടോ? ശരത്തെ, ഒരു കാര്യം, ഇതിലിപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ ഹരീഷ് വാസുദേവനാണ് വാസ്തവത്തിൽ ഈ വിഷയത്തിൻ്റേതായ മാധ്യമ ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യമായി അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കാരണം ഈ ഒരു കേസ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റേതായിട്ടുള്ള ഈ പുകമറ, ഇതിൻ്റെ രാഷ്ട്രീയം കാര്യങ്ങൾ, പക്ഷെ അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചത് ആഴ്ചകൾക്ക് മുമ്പ്, ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചതാണ്. ഞാനത് കണ്ടതുകൊണ്ട് CBIയുടെ വരവിൽ തന്നെ അതിന് കോടതി ഉറപ്പായിട്ടും. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ഈ ചില പ്രത്യേക നിയമനിർമ്മാണങ്ങളിൽ കൂടി വന്നിട്ടുള്ള, സാധാരണ രീതിയിൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും CRPC അനുസരിച്ചുമുള്ള അത്തരത്തിലുള്ള പല കാര്യങ്ങളുമല്ല, ചില സ്പെഷ്യൽ എനാക്ട്മെൻറ്റുകളായി നമുക്ക് പറയാവുന്ന പീനൽ പ്രൊവിഷൻസ് ഉള്ള അത്തരത്തിലുള്ള ചില നിയമങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം, ഈ ആരോപിതരാണ് തെളിയിക്കേണ്ടത്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ നമ്മൾ പിന്തുടരുന്നതായ ഒരു നീതിന്യായ സംഹിത ജൂറിസ്പ്രുഡൻസ് എന്നുള്ളത്, നിങ്ങൾ ഒരു വ്യക്തിയുടെ മേൽ, അത് ഇന്ത്യൻ പൗരനാകട്ടെ ഇന്ത്യൻ പൗരനല്ലാത്ത ആളാകട്ടെ, ഒരു വ്യക്തിയുടെ മേൽ അയാളെ പ്രതിയാണ് എന്ന് നിങ്ങൾ ചാർത്തുന്നു എങ്കിൽ, കുറ്റം ആരോപിക്കുന്നുവെങ്കിൽ, നിയമം അനുശാസിക്കുന്ന പ്രക്രിയ അനുസരിച്ച് കുറ്റവിചാരണ ചെയ്ത് സംശയാതീതമായി ആ ആൾ തന്നെയാണ് ഈ ചാർജ് ചെയ്യപ്പെട്ടത് മാതിരിയുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംശയാതീതമായി ചെയ്തത് എന്ന് തെളിയിക്കണം. പക്ഷെ അങ്ങനെ അല്ലാതെ വരുന്നതായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടായിട്ടുള്ളത്. അത് BJP പ്രതിപക്ഷമായിരുന്നപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഇത്തരത്തിലുള്ള ചില ഈ നിയമനിർമ്മാണങ്ങൾ നടത്താൻ ശ്രമിച്ചപ്പോഴും എല്ലാം വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഒരു സംഗീതം പോലെ അദ്ദേഹത്തിൻ്റേതായ വർത്തമാനം തുടങ്ങി, അദ്ദേഹം രാഷ്ട്രീയമായി അവസാനം അദ്ദേഹം എവിടെയാണോ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP നേതാക്കളും UDF നേതാക്കളും പരസ്പര സഹായ സഹകരണ സംഘം ക്ലിപ്തമായി എന്താണോ പറഞ്ഞത് അതിൻ്റെ പ്രചണ്ഡമായ പ്രചരണം അന്ന് നടത്തി. അത് പാളീസായത് ഇപ്പോൾ വീണ്ടും അദ്ദേഹം എടുത്തു. നല്ലത്, അദ്ദേഹം അത് തന്നെ തുടർന്ന് നടത്തണം. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നിലവാരത്തെക്കുറിച്ചും കിട്ടിയതിനെ സംബന്ധിച്ചും ഞാനിപ്പോൾ ഈ ചർച്ചയിൽ വേറൊന്നും പറയുന്നില്ല. 1990 ശേഷം ഈ കേരള സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഒരു മുന്നണി, ആ മുന്നണിക്ക് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യവും ഭൂരിപക്ഷവും അവർക്ക് ഉറപ്പിക്കാൻ ആ വിധത്തിൽ ഒരു മുന്നോട്ട് പോകാൻ പോലും, എണ്ണത്തിൻ്റെ കണക്ക് നിങ്ങൾ എടുത്താൽ മതി അത്തരം കാര്യങ്ങളിൽ, അപ്പോഴും BJP ഇത് പറയുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ തർക്കിക്കാനൊന്നുമില്ല. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും BJPക്ക് ഇത് തന്നെ പറയാം. പിന്നെ ഒരു ഗുണമുണ്ട്, നമ്മൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അത് പച്ചയായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നതാണ്.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് BJP പ്രതിപക്ഷത്തായിരുന്നപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്നപ്പോഴും അവരുടെ നേതാക്കൾ അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ED എങ്ങനെ ദുരുപയോഗപ്പെടുത്തിയെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പോൾ നിയമസഭാ ഡ്യൂട്ടി ഇല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി EDക്ക് ഇല്ലേ? ആ ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. അതാ ഞാൻ ചോദിച്ചത്, ഇടതുമുന്നണി അത് കാണുന്നുണ്ടോ? ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിയിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ? അങ്ങനെ LDF കാണുന്നുണ്ടോ എന്നതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. ഇവർ ഇതിനു വേണ്ടി തന്നെയാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നു, റെയ്ഡ് നടത്തുന്നു, വാർത്തയാക്കുന്നു, അത്തരം കാര്യങ്ങൾ ഇങ്ങനെ. ഇപ്പോൾ അധികം കേരളത്തെ സംബന്ധിച്ച് അധികം കേൾക്കാനില്ലാത്തത് കൊണ്ടുകൂടിയാണ് ഞാൻ ചോദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിന് വേണ്ടിയുള്ള ഒരു പണി ED ഇലക്ഷൻ പണി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിലയിരുത്തൽ ഇടതുമുന്നണിക്കുണ്ടോ? ഇവർ തുടങ്ങിയത് ഇത് പഠിച്ചതല്ലേ അതോ ഇപ്പോൾ അടങ്ങിയിട്ടുണ്ടോ? അല്ല ശരത്തെ, ഇത് പഠിച്ചതല്ലേ പാടൂ. അവരിങ്ങനെ തന്നെ ചെയ്തോട്ടെ. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഇക്കാര്യത്തെ സംബന്ധിച്ച്. ഇവിടെ ഹരീഷ് വാസുദേവൻ ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. രാഷ്ട്രീയം തൽക്കാലം മാറ്റിവെക്കുക, നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. ആരാണ് അയച്ചത്? അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവണമല്ലോ. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുണ്ടാവണമല്ലോ. ഈ പറയുന്നതായിട്ടുള്ള കുറേ സ്വർണ്ണമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ്. ഇത് തനിയെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെയെല്ലാം ഡ്രസ്സ് ചെയ്ത് അവിടെ നിന്ന് വിമാന ടിക്കറ്റ് എടുത്ത് അങ്ങനെ അൺഅക്കമ്പനീഡ് ബാഗേജ് ആയിട്ടോ അക്കമ്പനീഡ് ബാഗേജ് ആയിട്ടോ അങ്ങനെ തന്നെ വന്ന് ഇവിടെ ഇറങ്ങി അങ്ങനെ തന്നെ നടന്ന് ഏതെങ്കിലും വാഹനം പിടിച്ചെവിടേക്കെങ്കിലും പോയി എന്നാണോ? അല്ലല്ലോ. ഇതിന് സെൻഡർ ഉണ്ടാവണം, റിസീവർ ഉണ്ടാവണം. ഇതൊന്നും വരുന്നില്ല. ഇനി കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പങ്കും ഇല്ലായിരുന്നു എന്നെല്ലാം നമ്മൾ അവരെ എല്ലാം അത്തരത്തിൽ പരിശുദ്ധ പശുക്കളാക്കി തന്നെ മുദ്ര കുത്തണോ? ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എങ്കിൽ, അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തേ അന്വേഷണത്തിലേക്ക് പലതും പോകുന്നില്ല? അതും നമ്മൾ നോക്കണ്ടേ? ഇവിടെ ശ്രീ ഹരീഷ്, ഒരു കാര്യം കൂടി ഞാൻ മറ്റു രണ്ടുപേരിലേക്കും വരും മുമ്പ് ശ്രീ ഹരീഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ യഥാർത്ഥ പ്രതികളെ നേരത്തെ ഹരീഷ് പറഞ്ഞു വന്നപ്പോൾ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തും വിധം ആണി അന്വേഷണം എന്ന ഒരു സംശയം ബലപ്പെടുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. NIA തന്നെ ഈ കേസ് അന്വേഷണത്തിൽ സംഭവിക്കുന്ന പോരായ്മകളെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ശിവശങ്കറിൻ്റെ കേസുമായി പക്ഷേ താരതമ്യം ചെയ്താൽ NIAയും EDയും കസ്റ്റംസും എടുത്തിട്ടുള്ള നിലപാടുകളിൽ വലിയ വൈരുദ്ധ്യമില്ലേ? ED താങ്കൾ തന്നെ മുൻകാല ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള പോലെ BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ നിർദ്ദേശങ്ങളും നടപ്പാക്കുന്ന ഏജൻസി ആയി ED കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന, ശക്തമായി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഇവർ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നും ആ ചർച്ചകളിൽ അഡ്വക്കേറ്റ് ഹരീഷ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ശിവശങ്കറിൻ്റെ ഒരു കേസ് മാത്രം എടുത്ത് ഇന്നത്തെ ഒരു ദിവസം താരതമ്യം ചെയ്താൽ ഈ ഏജൻസികളെടുത്ത സമീപനത്തിലെ പ്രകടമായ വൈരുദ്ധ്യങ്ങൾ, അതിൽ തെളിഞ്ഞിട്ടുള്ള താല്പര്യങ്ങൾ അഡ്വക്കേറ്റ് ഹരീഷ് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് കുറച്ചുകൂടി അത് പറയാൻ പറ്റുന്ന ഒരു ദിവസമാണല്ലോ. ഒന്ന്, NIA പോലുള്ള ഏജൻസിക്ക്, ദേശീയ ഏജൻസിയാണ്, അവർ നേരിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റിന്, ഹോം മിനിസ്ട്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. NIA പോലൊരു ഏജൻസിക്ക് ദേശീയ തലത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ കൊടുക്കുന്ന കുറ്റപത്രത്തിലെ പ്രതികളെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കൺവിക്ഷൻ റേറ്റ് അവർ വളരെ മെറ്റിക്കുലസ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ 100 കേസ് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 90 കേസിലെങ്കിലും പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതാണ് ആ ഏജൻസിയെ മറ്റേ ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അവർ കള്ളക്കേസ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്ത് വിധേനയും അവരെ ഒരു പ്രതി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു തെളിവുണ്ടെങ്കിലേ അവരങ്ങോട്ട് മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ അവിടെ വെച്ച് വിട്ടുകളയും എന്നുള്ളതാണ് NIAയുടെ ഒരു രീതി. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കേസുകളിലൊന്നും ശിവശങ്കറിനെ വേണ്ട, കസ്റ്റഡിയിൽ ആവശ്യമില്ല, ശിവശങ്കർ ഈ കേസിലൊന്നും വലിയ റോൾ എടുത്തിട്ടില്ല എന്നൊരു നിലപാട് NIA ആദ്യം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് തെളിയിക്കാവുന്ന കേസ് മതി. അല്ലാതെ ശരത്ത് തമാശയായിട്ട് ഇതിനകത്ത് സൂചിപ്പിച്ച ഒരു ഇലക്ഷൻ ഡ്യൂട്ടി ഒരു താൽക്കാലിക പ്രക്രിയക്ക് വേണ്ടി അല്ല NIA ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. എന്നാൽ EDയെ നോക്കൂ. EDക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആക്ടിനകത്ത് തന്നെയുള്ള ബെനിഫിറ്റ് ആണ്. നേരത്തെ ഇവിടെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ച പോലെ, അതായത് ചില നിയമങ്ങൾക്കകത്ത് ചില ഏജൻസികൾക്ക് ചില പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രതിസ്ഥാനത്ത് വന്നാൽ ആ പ്രതിയുടെ എക്സ്ക്ലൂസീവ് അറിവിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പ്രതി തന്നെ തെളിയിക്കണം. അത് പ്രതി മറിച്ച് തെളിയിക്കുന്നത് വരെ പ്രഥമ ദൃഷ്ടിയ അയാൾ കുറ്റക്കാരനായിരിക്കും എന്ന് പറയുന്ന തരത്തിൽ UAPA പോലെ EDക്ക് ചില ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണം പിടിച്ചെടുത്താൽ എവിടെ നിന്ന് ആ പണം കിട്ടിയത് എന്ന് ഞാൻ തെളിയിക്കേണ്ട ഒരു ബാധ്യത ഈ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം, ED അന്വേഷിക്കുന്ന നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ബെനിഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ED പലതരത്തിലുള്ള കോൺട്രഡിക്ടറി റിപ്പോർട്ട്സ് ആണ് പലയിടത്തും കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ പല ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്താണ് ഓരോ വിധിന്യായങ്ങൾക്കകത്ത് ED പറഞ്ഞ കള്ളത്തരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പിറ്റേ ദിവസം ED മലക്കം മറിഞ്ഞത് എന്ന്. കേരള ഹൈക്കോടതി ഈ ശിവശങ്കറിന്റെ ജാമ്യ ഹർജിയിൽ വളരെ വ്യക്തമായി അത് പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ EDയുടെ മുമ്പിൽ തന്നെ
മൊഴി കൊടുത്തു, ശിവശങ്കർ മൊഴി കൊടുത്തു എന്ന് പറയുന്ന മൊഴി എവിടെ എന്ന് കോടതി ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു മൊഴി ഇ ഡിക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം നോക്കിയാൽ ഇ ഡിക്ക് ബി ജെ പിയോട് എന്തെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള ഒരു അടിമത്തമോ അല്ലെങ്കിൽ ഇ ഡിയുടെ പ്രവർത്തനത്തിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോട് എന്തെങ്കിലും തരത്തിലുള്ള വിധേയത്വമോ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ഇ ഡി അന്നത്തെ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തുകയും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുകയും താൽക്കാലികമായ ആളുകളെ മുൾമുനയിൽ നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബി ജെ പി വന്നപ്പോ വളരെ പ്രകടമായിട്ട് ചില മുഖ്യമന്ത്രിമാരെ നേരിട്ട് ഇ ഡി പോയി ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുത്താൻ ശ്രമിക്കുകയും ആ സംസ്ഥാനങ്ങൾ അവരുടെ പോലീസിനെ കൊണ്ട് ഇ ഡിക്കെതിരായി കേസെടുപ്പിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു അന്വേഷണ ഏജൻസിയെ അങ്ങേയറ്റം ദുരുപയോഗം ചെയ്യുന്ന ഒരു സാധ്യത ഇ ഡിയെ പോലെ അത്തരം സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുന്നത്. നമ്മൾ ഈ കേസ് എടുത്ത് നോക്കിയാൽ NIA ആ എക്സ്റ്റെന്റ് വരെ പോയിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇ ഡി ആ എക്സ്റ്റെന്റിൽ പോവുകയും കോടതികളുടെ വിമർശനം പല ഘട്ടങ്ങളിലും ഏറ്റുവാങ്ങുകയും ചെയ്ത് തെളിവ് എവിടെ എന്ന് ചോദിക്കുന്ന, ഈ പറയുന്നത് മാത്രമേ ഉള്ളോ എന്ന് കീഴ്ക്കോടതിയിലെ ജഡ്ജി ചോദിക്കുന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എന്ന് പറഞ്ഞാൽ സർക്കാരിന് എതിര് നിൽക്കുന്ന മാധ്യമങ്ങളും അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇ ഡിയും കസ്റ്റംസും ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഒരു കേസിൽ പിടുത്തം കിട്ടാതെ വരുമ്പോൾ അടുത്ത കേസ് എടുക്കും. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ എഴുതി, നമ്മള് ശിവശങ്കർ അറസ്റ്റ് മാറ്റി അദ്ദേഹത്തെ പുറത്തേക്ക് വിടുമ്പോൾ അടുത്ത കേസ് ബുക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി. പക്ഷെ NIA അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NIAക്ക് ഈ കേസിൽ ഒരു തെളിവിന്റെ കണികയെങ്കിലും ഒരാളെ കൂട്ടിയോജിപ്പിക്കാനുള്ള എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ NIA അങ്ങനെ ഒരാളെ പിടിക്കൂ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് NIA ആദ്യം തന്നെ ചോദ്യം ചെയ്യാൻ പോലും അറസ്റ്റിൽ പോലും ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ശ്രീ ഹരീഷ്, വരുന്നതിന് മുമ്പ് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ സെഷൻസ് കോടതിയിൽ ശിവശങ്കർ കൊടുത്ത മുൻകൂർ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതി 17/11/20 നൽകിയ ഉത്തരവിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഇ ഡി ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേസ് ഡയറിയിലോ അതുപോലെ അല്ലെങ്കിൽ സീൽഡ് കവറിലോ നൽകിയതിലില്ല എന്ന്. പക്ഷേ ആ ഓർഡർ ശിവശങ്കറിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പക്ഷേ അതിൽ വ്യക്തമായി ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് തന്നെ ഇ ഡിയുടെ സമീപനത്തെ കോടതി സംശയിക്കുന്ന വിധമാണ് കാര്യങ്ങൾ പോയത്. അതാണ് നേരത്തെ ഹരീഷും സൂചിപ്പിച്ചത്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അവസാനമായി ഒരു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകളെ ഒരു കോടതി വിചാരണയ്ക്ക് മുമ്പ് നമുക്കറിയാം NIAക്ക് ഈ കേസിൽ ഒരു തെളിവിന്റെ കണികയെങ്കിലും ഒരാളെ കൂട്ടിയോജിപ്പിക്കാനുള്ള എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ NIA അങ്ങനെ ഒരാളെ പിടിക്കൂ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് NIA ആദ്യം തന്നെ ചോദ്യം ചെയ്യാൻ പോലും അറസ്റ്റിൽ പോലും ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ശ്രീ ഹരീഷ്, വരുന്നതിന് മുമ്പ് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ സെഷൻസ് കോടതിയിൽ ശിവശങ്കർ കൊടുത്ത മുൻകൂർ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതി 17/11/20 നൽകിയ ഉത്തരവിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഇ ഡി ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേസ് ഡയറിയിലോ അതുപോലെ അല്ലെങ്കിൽ സീൽഡ് കവറിലോ നൽകിയതിലില്ല എന്ന്. പക്ഷേ ആ ഓർഡർ ശിവശങ്കറിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പക്ഷേ അതിൽ വ്യക്തമായി ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് തന്നെ ഇ ഡിയുടെ സമീപനത്തെ കോടതി സംശയിക്കുന്ന വിധമാണ് കാര്യങ്ങൾ പോയത്. അതാണ് നേരത്തെ ഹരീഷും സൂചിപ്പിച്ചത്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അവസാനമായി ഒരു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകളെ ഒരു കോടതി വിചാരണയ്ക്ക് മുമ്പ് നമുക്കറിയാം ജാമ്യ ഹർജി പരിഗണിക്കുന്നത് തുടക്ക സ്റ്റേജുകളിലാണ്. അപ്പൊ ഒരു കോടതിയും സാധാരണഗതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും അവരുടെ മൊറയിൽ തകർക്കുന്ന രീതിയിലുള്ള ഒരു ഒബ്സർവേഷനും എഴുതില്ല. ഇപ്പൊ ഞാൻ നാളെ ഒരു ജഡ്ജി ആയാൽ പോലും അല്ലെങ്കിൽ ജഡ്ജി ആണെങ്കിൽ പോലും നമ്മൾ പരമാവധി ശ്രമിക്കുക ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കണം രാജ്യ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വ്യക്തികളുടെ മൗലികാവകാശങ്ങൾ കുറച്ചൊക്കെ സമരസപ്പെട്ടാൽ പോലും രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ധാരണയിലാണ് നമ്മൾ പലപ്പോഴും ജഡ്ജിമാരും ജുഡീഷ്യറിയും ഒക്കെ ഇവർക്ക് പല ഇളവുകളും നൽകുന്നത്. പക്ഷെ ഈ ഏജൻസികൾക്കെതിരായി വിധിന്യായത്തിൽ ഓപ്പൺ കോടതിയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾ ആ കോടതിയിൽ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം. അതൊന്നും പലപ്പോഴും വിധിന്യായത്തിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ വിധിന്യായത്തിൽ പോലും ഇങ്ങനെ എഴുതണമെങ്കിൽ എന്തുമാത്രം ഏതൊക്കെ അളവിലായിരിക്കും ഈ സിസ്റ്റത്തെ ഇവർ ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നത്, അത് ഈ ജഡ്ജിമാർ എത്രമാത്രം സഹിച്ചതിന് ശേഷമാണ് അതൊരു വിധിന്യായത്തിൽ ഒരു വരിയായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കെതിരായിട്ടുള്ള സംശയത്തിന്റെ മുന ഉണ്ടാക്കുന്നത് എന്നും കൂടി ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു ഇതിലേക്ക് ഞാൻ വിടുകയാണ്. അതിതാണ് ശിവശങ്കറാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കിങ് പിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തെളിവായി ചില വാട്സപ്പ് സന്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2019 ഒരു സംഭവത്തെ ആ രൂപത്തിലേക്ക് ഇ ഡി മാറ്റാൻ ശ്രമിച്ച പശ്ചാത്തലത്തെയാണ്
കോടതി പറഞ്ഞത്. ബട്ട് സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഡസിൻറ്റ് ഫൈൻ പ്ലേസ് ഇൻ ദി കേസ് റെക്കോർഡ്സ് ഓർ ഇൻ ദി സീൽഡ് കവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി. കാരണം ഇന്ന് അതേ ശിവശങ്കറിന് ജാമ്യം കിട്ടിയ ദിവസം കോടതി രേഖകളിലേക്ക് നമ്മൾ പിന്നിലേക്ക് പോയാൽ ഇത്തരത്തിലൊക്കെ കോടതി പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മെറിറ്റിലേക്ക് പോകാത്ത കാലത്തും സൂചിപ്പിച്ച സംശയങ്ങളുടെ യഥാർത്ഥ വസ്തുതകൾ കിടപ്പുണ്ട്. ഇവിടെ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, താങ്കൾ ഞങ്ങൾക്ക് അനുവദിച്ച സമയം അവസാനിക്കുന്ന ഒരു ഘട്ടമാണെന്ന് എനിക്കറിയാം. അവസാനമായി ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. 2-3 സാഹചര്യങ്ങൾ. ഒന്ന്, കേസ് പൊളിഞ്ഞു പാളീസാകും വിധമുള്ള കാര്യങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. നിയമവിദഗ്ധർ തന്നെ പറയുന്ന ബലപ്പെട്ട സംശയങ്ങൾ കണ്ടില്ലേ? NIA എന്തുകൊണ്ട് സർക്കാർ ആഗ്രഹിക്കുന്ന, കേന്ദ്ര സർക്കാരും BJPയും ആഗ്രഹിക്കുന്ന വിധത്തിൽ അത്രമേൽ പോകാതെ തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല എന്ന് തോന്നുമ്പോൾ അവർ ശിവശങ്കറിനെ വിടുന്നു. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി ED എങ്ങനെ മാറുന്നു? അപ്പോൾ ഇത് ജനങ്ങൾക്ക് കുറേ കൂടി, കേരളം കൂടുതൽ ശക്തമായി ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ജനങ്ങൾക്ക് ഇത് കുറേ കൂടി മനസ്സിലാകും വിധം തുറന്നു കാട്ടപ്പെടുകയാണ്. അത് രാഷ്ട്രീയമായി സംഭവിക്കുന്ന BJP നയിക്കുന്ന NDAയ്ക്കും കോൺഗ്രസ് നയിക്കുന്ന UDFനും കേരളത്തിൽ സൃഷ്ടിക്കുന്ന ഒരു തിരിച്ചടി കൂടി തന്നെയാണ് ഈ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ സംഭവങ്ങളും. ശ്രീ ശരത്ത്, എനിക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. യെസ്. ഈ CPMന് കേന്ദ്ര ഏജൻസികളിൽ വിശ്വാസമുണ്ടോ? മുഖ്യമന്ത്രി ആദ്യം കേന്ദ്ര ഏജൻസികളെ കേസ് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. എന്തുകൊണ്ടാണ് വിളിച്ചു വരുത്തിയത്? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതി വന്ന സമയത്ത് വിജിലൻസ് അന്വേഷണം ആദ്യം പ്രഖ്യാപിച്ചു. അതിനുശേഷം CBI അന്വേഷണം വന്ന സമയത്ത് CBI അന്വേഷണത്തെ അവസാന ഘട്ടത്തിൽ എതിർക്കാൻ ശ്രമം നടത്തി. കോടതിയിൽ പോയി, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി കേസിലാണ്. സോളാർ കേസിന്റെ വിഷയം വന്ന സമയത്ത് CBI അന്വേഷണം നടത്താൻ വേണ്ടി വിട്ടു. അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങൾക്ക് CPMന് അനുകൂല ആവശ്യമാണ്, നിങ്ങൾക്കെതിരെയുള്ള CPMനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമീപനം വരുന്ന സമയത്ത് CPI വേണ്ട. ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ആദ്യമായിട്ട് CPMനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെതിരെ ഒരു കേസ് മാത്രമല്ല ഉള്ളത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ആ കേസിൽ എന്താന്ന് കോടതി പറഞ്ഞ്, ഡോളർ കേസിൽ പ്രതിയാണ്, ശക്തമായ അന്വേഷണം നടത്തണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തത്? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മൂക്കിന് താഴെ പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ കേസിന് ശക്തമായിട്ട് കേന്ദ്രത്തിലെ NIAയും അതുപോലെ തന്നെ കസ്റ്റംസും നർക്കോട്ടിക് സെല്ല് അടക്കമുള്ള അതുപോലെ ED അടക്കം അന്വേഷിക്കുന്ന ഗൗരവം വരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ധാരാളം കള്ളക്കടത്ത് കേസുകൾ നടന്നിട്ടുണ്ടല്ലോ, ED കേസുകൾ നടന്നിട്ടുണ്ടല്ലോ. അതിനൊന്നും കൈവരാത്ത ഗൗരവം ഇതിന് കൈവരാൻ കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശരി. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, എനിക്ക് ചില ചോദ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾ മനസ്സിലായി. ഇനി തിരിച്ച് ഈ ചർച്ചയുടെ ഭാഗമായി താങ്കളിലേക്ക് വന്ന ഒരു ചോദ്യത്തെ കൂടി ഒന്ന് അഡ്രസ് ചെയ്യൂ പ്ലീസ്. അതായത് ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അന്വേഷണ ഏജൻസികൾ അവർ കൂടുതൽ ദുർബലപ്പെടുന്നു, അവർ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നു, അവരുടെ താല്പര്യങ്ങൾ അവർ ആർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചു എന്ന് കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയല്ലേ? അതാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. അല്ല, ഒരിക്കലുമല്ല. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിന് ഒരു അന്താരാഷ്ട്ര മാനമുണ്ട്. ഇത് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കേസാണ്. അവരൊക്കെ എവിടെ? ഈ പണം രാജ്യദ്രോഹത്തിന് ഉപയോഗിച്ചു എന്ന് വരുന്നു. NIA ആണ് അന്വേഷിക്കുന്നത്. NIA അന്വേഷിക്കുന്നത് സാധാരണ ഒരു അടിപിടി കേസും ക്രിമിനൽ കേസുമല്ലോ, അന്താരാഷ്ട്ര നിലവാരമുള്ള കേസുകളാണ് NIA അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ തുടങ്ങിയ അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. കുറ്റപത്രം സമർപ്പിച്ചു, അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണങ്ങൾ നടക്കുന്നു. ആ അന്വേഷണ ചെയിൻ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എവിടെ വരെ എത്തിയും താങ്കൾ മനസ്സിലാക്കണം. ഈ കേസിന്റെ അന്വേഷണം പുതുതായി പറയാൻ പറ്റുന്ന എന്താണ് NIAക്ക് ഇക്കാര്യത്തിലുള്ളത്? അതാണ് നേരത്തെ ഹരീഷ് ചോദിച്ചത്. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഈ പറയുന്ന പുതിയ നടപടിക്രമങ്ങൾ, അവിടെ സ്വർണം ഇങ്ങോട്ടേക്ക് അയച്ചതാര്, ഇവിടെ ആർക്ക് വേണ്ടി എത്തിച്ചു എന്ന് പറയുന്ന ഒരു ശരിയായ അന്വേഷണത്തിന്റെ പുതിയ വിശദാംശങ്ങൾ പറയാൻ NIAക്ക് എന്തുണ്ട്? അല്ല, ഞാൻ പറഞ്ഞു. അവിടുന്ന് UAE കോൺസുലേറ്റീവ് അയച്ച ആള് ഫൈസൽ ഫരീദ്, അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ കേസ് സ്വർണം കൊണ്ടുപോയ എവിടേക്കൊക്കെ കൊണ്ടുപോയി എന്നുള്ള കേസിലുള്ള 18 പേര് അറസ്റ്റിലുണ്ട്. അവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഈന്തപ്പഴത്തിൽ പോലും സ്വർണം കൊണ്ടുപോയി എന്നുള്ള കേസിന്റെ അന്വേഷണം ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പീക്കർക്ക് ഇതിൽ പങ്കുള്ളതിനെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. സ്വപ്ന സുരേഷുമായുള്ള സ്പീക്കറുടെ ബന്ധം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ വളരെ ഗൗരവമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, ഒരു മന്ത്രിസഭ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി,
അഡ്വക്കേറ്റ് ഹരീഷ്, ബി ജെ പി നേതാവിന്റെ വാദമുഖങ്ങൾ കേൾക്കുമ്പോൾ അഡ്വക്കേറ്റ് ഹരീഷിന് കമന്റ് ചെയ്യാൻ തോന്നുന്നത് എന്താണ്? അടുത്തത് സജീവനിലേക്കും. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ അതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം രാഷ്ട്രീയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നിങ്ങളുടെ പാർട്ടികൾ തമ്മിലുള്ള ഇടപെടലിനെ പറ്റി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മെറിറ്റ് ഉണ്ട്? ഞാൻ ഈ ഫ്ലോറിൽ ഇരുന്നിട്ടാണ് 2 മാസം മുമ്പ് NIA കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് NIAയോട് ചോദിച്ചു, ബ്ലൂ കോളർ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? എത്ര മണിക്കൂർ വേണം നിങ്ങൾക്ക് ബ്ലൂ കോളർ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ? ഒരു ഘട്ടത്തിൽ NIA പറഞ്ഞു ഈ ഫൈസൽ ഫരീദ് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഫൈസൽ ഫരീദിന്റെ ബൈറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ അയാൾ അക്സസിബിൾ ആയിട്ട് ദുബായിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫൈസൽ ഫരീദിനെ പിടികിട്ടാനില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഫൈസൽ ഫരീദ് 2 മാസമായി. ദുബായിൽ നിന്ന് ഒരാളെ പിടിച്ച് കേരളത്തിൽ കൊണ്ടുവരാൻ എത്ര സമയം വേണം? അത് NIA കൊണ്ട് പറ്റില്ലെങ്കിൽ ഈ സംഭവം പിരിച്ചുവിടുകയല്ലേ നല്ലത്? അല്ലേ? എനിക്ക് അറിയാൻ വയ്യെന്ന് ചോദിക്കുകയാണ്. ദുബായിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് ബ്ലൂ കോളർ നോട്ടീസ് വഴി ഇവിടെ കൊണ്ടുവരാൻ, ബ്ലൂ കോളർ നോട്ടീസ് എന്ന് പറയുന്ന ഒരു സംഗതി NIA ഓഫീസിൽ ഇരിക്കുന്ന ഒരാൾക്ക് പ്രിപ്പയർ ചെയ്ത് അയക്കാൻ എത്ര മണിക്കൂർ വേണം? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസവും ഇത് നടത്തിയിട്ടില്ല. ഞാൻ അന്ന് ഉത്തരവാദിത്തത്തോടുകൂടി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അന്ന് കൈരളി TV നടത്തിയിട്ടുണ്ട്. NIA നടത്തുന്ന അന്വേഷണം ഇതിന്റെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന അന്വേഷണമാണ്. ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ഫൈസൽ ഫരീദ് ആണ് എന്ന് ഇവർ പറയുന്നെങ്കിൽ ആ ഫൈസൽ ഫരീദ്, ആ അന്ന് കൂടെ നിന്നിട്ടുള്ള ആളുകൾ, ഈ സ്വർണം അയച്ചവർ, ഇത് വാങ്ങിയവർ, ഇവരെ 2 പേരെയും ഈ കഴിഞ്ഞ 90 ദിവസത്തിലധികമായി ഇതിന്റെ അവസാന തെളിവും തേച്ചു മായ്ച്ച് കളയാൻ വേണ്ടി പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഒരറസ്റ്റും നടന്നിട്ടില്ല, അവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആ യഥാർത്ഥ പ്രതികളെ ഈ ഒരു കോടതിയുടെ മുമ്പിലും ഹാജരാക്കാനുള്ള ഒരു നടപടിയും ഹരീഷ്, ഒരു നിമിഷം അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഇതിലൊരു പ്രശ്നം ഇതാണ്. ഗുരുതരമായ ആരോപണമാണ്. കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ അവരെ പുറത്തു നിർത്തി ഈ അന്വേഷണ ഏജൻസികൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഏജൻസികൾ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് പോകാൻ ശ്രമിച്ചു. അത് ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു ദിവസമാണ് ഇന്ന് സംഭവിച്ചത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ബോധ്യത്തിലേക്ക് ആളുകൾ കൂടുതൽ ചുവടുവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരിക്കലുമല്ല, യഥാർത്ഥ പ്രതികൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൽ നിന്ന് തുടങ്ങി ആ അന്വേഷണം ഇപ്പൊ എവിടെ വരെ എത്തി നിൽക്കുന്നു? ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്ന്, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോഴല്ലേ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി മകൻ പിടിയിലാവുന്ന ആ കേസുമായി ബന്ധപ്പെട്ട സമയത്തല്ലേ ഇതിൽ അന്താരാഷ്ട്ര നിലവാരത്തിലെ കള്ളക്കടത്ത് വ്യക്തമാകുന്നു. അപ്പൊ ഈ കേസിൽ ആരെയും രക്ഷിക്കാനുള്ള ശ്രമം നടന്നില്ലേ? ഈ കേസിൽ ഉപ്പ് തിന്നവർ ആരെല്ലാം ആണോ അവരെല്ലാം വെള്ളം കുടിക്കും. മടിയിൽ കനമുള്ളത് കൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ CCTV ക്യാമറ കത്തിപ്പോയത്. എന്തുകൊണ്ടാ? മുഖ്യമന്ത്രിയുടെ പ്രോട്ടോകോൾ ഓഫീസിൽ ആദ്യം പറഞ്ഞു. അപ്പൊ ഇത് മടിയിൽ കനമുണ്ടെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഈ ഒരു കേസ് അന്വേഷണം രാഷ്ട്രീയം ആരോപിക്കേണ്ട ആവശ്യമില്ല. കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു എന്ന് കേസ് അവസാനിക്കുന്നില്ല. ഇതിലെ പ്രതികളെ പിടിക്കുന്നവരെ അന്വേഷണവും അതിൽ രാഷ്ട്രീയമില്ല. കാരണം മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയിട്ടാണ് അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ ശ്രീ സജീവൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ BJP വക്താവ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ പല ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ ശേഷം ഈ സാഹചര്യത്തിൽ അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം അത് പറയാൻ ശ്രമിക്കുമ്പോഴും ആ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ വിമർശനവും അത് കൂടുതൽ ദുർബലപ്പെടുന്നുണ്ടോ? ഒന്ന്, താങ്കൾ കേട്ടുകൊണ്ടിരുന്ന ഒരാളാണല്ലോ. 2, ഇപ്പോൾ NIA ശിവശങ്കറെ പ്രതിയാക്കിയിട്ടില്ല. ഇപ്പോൾ കൊടുത്ത കുറ്റപത്രത്തിൽ കേസ് അന്വേഷണം തുടരുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് നയതന്ത്ര ബാഗേജ് അല്ല. പക്ഷേ NIA മുമ്പ് പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിലും നയതന്ത്ര ബാഗേജിലൂടെയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവർ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും ഓരോ റെക്കോർഡിലും നമ്മൾക്കത് കാണുകയും ചെയ്യാം. പക്ഷേ ഹരീഷ് പറഞ്ഞൊരു ഗൗരവമായ വശമുണ്ട്. ഈ കേസിൽ ഒരു ഭാഗത്ത് രാഷ്ട്രീയം കളിക്കാൻ ED പോലുള്ള ഏജൻസികൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് വിശ്വസനീയമാണ് NIAയുടെ അന്വേഷണം എന്ന് പറയുമ്പോഴും ആ അന്വേഷണം പോലും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ പാകത്തിന് നീങ്ങുകയാണോ? ഇല്ല, തീർച്ചയായിട്ടും NIAയുടെ അന്വേഷണം ശരിയായ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ നേരത്തെ ഇവരുടെ അന്വേഷണത്തിനെ ഏതാണ്ട് വിശ്വസനീയമെന്ന് പറഞ്ഞിട്ടുള്ളത്, അവർ ഈ രീതിയിൽ തെറ്റായ മാർഗത്തിലൂടെ ഒരാളെ പ്രതിയാക്കിയിട്ട് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ കിങ് പിൻ എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ശിവശങ്കറിനെതിരെ കേസ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ പ്രതിയാക്കാൻ അവർ ശ്രമിച്ചില്ല. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നേരത്തെ ഹരീഷ് പറഞ്ഞ പോലെ ഇത് കൊണ്ടുവന്ന ആളുകളും കൊടുത്തുവിട്ട ആളുകളും സ്വീകരിച്ച ആളുകളും ഉണ്ടല്ലോ, അവരിലേക്ക് പോയിട്ടില്ല. അതുണ്ട് എന്ന് ഇപ്പൊ NIA അവസാനമായി കൊടുത്തുള്ള ചാർജ് ഷീറ്റിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇതൊരു വലിയ ഗൂഢസംഘം
സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതിന് മുമ്പേ തന്നെ രൂപീകരിക്കപ്പെട്ടത്. അവരുടെ ലക്ഷ്യം ദേശവിരുദ്ധ പ്രവർത്തനമാണ്, അതിനുവേണ്ടി പണം ഉണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമാണ്. അപ്പൊ ഇനി അവരെ കണ്ടുപിടിക്കുക എന്നുള്ള അവരുടെ കടമയാണ്. ഈ പറഞ്ഞിടത്തോളം ഈ പറയുന്ന ദേശവിരുദ്ധ സംഘത്തിൽ ശിവശങ്കർ പെടുന്നില്ല. അതൊന്നും ഒരു കാര്യം. രണ്ടാമത്തേത്, ഉണ്ണികൃഷ്ണൻ മാഷ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത് വെച്ചാൽ അവർ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് അതിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, ചുമലിൽ കനമുള്ള മടിയിൽ കനമുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാക്കുകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോഴും അത് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ഇന്നത്തെ കോടതിയിൽ ഉത്തരവിൽ പോലും പറയുന്നത് ഇതാ ഇന്ന സ്ഥലത്തേക്കാണ് എന്ന് സ്ഥാപിക്കാവുന്ന തെളിവില്ലാതെ ആവുന്നു. ഇവർ നേരത്തെ പറഞ്ഞു ഈന്തപ്പഴത്തിന്റെ കാര്യം പറഞ്ഞു. ജലീലിന്റെ പിന്നാലെ മാധ്യമങ്ങൾ മുഴുവൻ ഓടി. അപ്പൊ ജലീൽ എന്ത് ചെയ്യും? ജലീലിനെ പ്രതിയാക്കാൻ പറ്റിയില്ല. പിന്നീടാണ് ശ്രീരാമകൃഷ്ണന്റെ കാര്യത്തിൽ ഈ പ്രശ്നം വരും. ശ്രീരാമകൃഷ്ണന്റെ കാര്യത്തിലും അദ്ദേഹത്തിനെതിരെ എങ്ങനെ കഥകളും ഇതിൽ നിന്ന് അല്പം വിട്ടിട്ടാണെങ്കിലും ശ്രീ സജീവൻ, 5 വർഷമായിട്ട് ജലീലിനെ പിടിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്ന PK ഫിറോസ് ഇപ്പോൾ അതിൽ കണ്ടൊരു ട്രോള് അതിമനോഹരമായിരുന്നു. 5 വർഷമായി പറഞ്ഞതിനെല്ലാം രേഖകളുണ്ട് എന്ന് പറഞ്ഞയാൾ സ്വയം പിരിച്ച കാശിൻ്റെ രേഖ പോലും കയ്യിലില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ചെന്നുപെട്ടു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആ അർത്ഥത്തിലാണ് എന്തെല്ലാം തരം ആരോപണങ്ങളെയാണ് ഓരോ ദിവസവും ഈ ആളുകൾ നേരിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതെ, ഇങ്ങനെ നേരിട്ട് ആരോപണങ്ങൾ നേരിട്ട ആളുകൾക്കെതിരെ എന്ത് തെളിവ്? ഉണ്ണീഷ് മാഷെ പോലുള്ള ആളുകൾ പറയണം ഇത്രയും ദിവസമായിട്ട് ജലീൽ ഈ ഈന്തപ്പഴത്തിൽ മുഴുവൻ അതിന്റെ കുരു കെടുത്ത് കളഞ്ഞിട്ട് അതിൽ സ്വർണം കടത്തിയിട്ട് സ്വർണം വെച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന ആൾക്ക് വിറ്റു എന്നൊരു സംഭവം പറയണ്ടേ? ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കോൺസുലേറ്റ് ആണ്. ഈന്തപ്പഴം കൊണ്ടുവന്നിട്ടുള്ളത് കോൺസുലേറ്റിലേക്കാണ് എന്നറിയാം. അതിൽ എങ്ങനെയാണ് കേരളത്തിലെ മന്ത്രിക്ക് പങ്കുണ്ടാവുക? അവര് കുറെ പെട്ടി ഈന്തപ്പഴം കൊടുത്തു, അത് വിതരണത്തിന് വേണ്ടി കൊടുത്തു. ആ വിതരണം ചെയ്തെടുത്ത് എന്തെങ്കിലും അപാകതയുണ്ടോ? അല്ലാതെ ഈ കൊണ്ടുവന്ന കുരു ഈ സാധാരണ കുരുവിന് പകരം സ്വർണമാണ്, അത് ജലീലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, അത് തെളിയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഘട്ടത്തിൽ വരുമായിരുന്നല്ലോ. അപ്പൊ ഈ പറയുന്ന ആരോപണമായിട്ട് പറയുന്ന കാര്യങ്ങൾ പലതും തെറ്റാണ്. വേണമെങ്കിൽ ഈ ഏജൻസികൾ കൈമലർത്തും, ഞങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലോ ഒരു വാർത്ത ഉണ്ടായിരുന്നത് നേരത്തെ. അതെ, ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പൊതുസമൂഹത്തിൽ വാർത്തയും ചർച്ചയുമാക്കുകയും അത് ഏറ്റുപാടി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയും ചെയ്ത നിലയിൽ മാത്രമാണ് ഇതിൽ മഹാഭൂരിപക്ഷം കാര്യങ്ങളും നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ ഞാൻ പറയുന്ന ഒരു ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ കാര്യം വെച്ചുകൊണ്ടാണല്ലോ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാർ വലിയ കോലാഹലം ഉണ്ടാക്കിയിരുന്നത്. അതിലൊന്നാണ് ഹൈക്കോടതിയിലെ IT നിയമനം. അതിനെക്കുറിച്ച് വലിയ ഗംഭീരമായ വാർത്ത വന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹൈക്കോടതി രജിസ്ട്രാർ ഈ യാഥാർത്ഥ്യം പറയുന്നത്, ഞങ്ങളാണ് ഈ നിയമനം നടത്തിയിട്ടുള്ളത്, ശിവശങ്കറിന് പങ്കുമില്ല എന്ന്. അന്ന് ആദ്യം ഈ വാർത്ത എക്സ്ക്ലൂസീവായി കൊടുത്ത മാധ്യമം പിന്നീട് അത് വിഴുങ്ങി. രജിസ്ട്രാറുടെ ഒരു വിശദീകരണം എവിടെയും തൊടാത്ത രൂപത്തിൽ കൊടുത്തു. തങ്ങൾ പറഞ്ഞ ശിവശങ്കറോ മറ്റു സംഗതികളോ ഒന്നും ഇല്ലാതെ കൊടുത്തു. അപ്പൊ ഈ വാർത്ത സൃഷ്ടിക്കലാണ് എന്നുള്ളത് അത് വെച്ചോണ്ട് ഗംഭീരമായിട്ട് ഉണ്ണീഷ് മാഷെ പോലുള്ള ആളുകൾ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞല്ലോ, ശിവശങ്കറാണ് ഇത് ഹൈക്കോടതിയിൽ പോലും കയറിയിട്ട് ഇത് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ പിന്നീട് എന്താ ഉണ്ടാതെ പോയത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതൊക്കെ എവിടെ ആദ്യം ഉന്നയിച്ച ആരോപണം അത് ന്യായീകരിക്കാവുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് BJP നേതാക്കന്മാർ, ഉണ്ണികൃഷ്ണൻ മാഷെ പോലുള്ള ആളുകൾ അത് പറയണം ആദ്യം. അല്ലാതെ മൊത്തമായിട്ട് അന്ന് പറഞ്ഞ അതേ ആരോപണം തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്ന കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇവർ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിയോഗത്തിൽ വന്ന് ചില ലക്ഷ്യത്തോടു കൂടി വന്നുള്ള ഏജൻസികൾ നടത്തിയിട്ടുള്ള ഒരു പൊറാട്ട നാടകമാണ്. ശരി, അത് ശരിയാണ്. ശ്രീ സമ്പത്ത്, ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഈ ആവർത്തന വിരസത തരും വിധം പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ വരുന്നതിനോട് അതേക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ തയ്യാറാകാതിരിക്കുക, ഇതൊക്കെ ഈ ചർച്ചയിലടക്കം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ UDF ഐശ്വര്യ കേരള യാത്ര നടത്തുന്നു, BJP സജീവമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജീവമായി അണിഞ്ഞൊരുങ്ങുന്നു, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നു, പുതിയ വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും LDFിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ, പൊതുവിൽ വിശേഷിച്ച് CPMൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് മാത്രമായിരുന്നു വിഷയം, ഇനി വരുന്ന മാസങ്ങളിൽ ഇത് അത്രമേൽ കയറി പിടിച്ചിട്ട് കാര്യമായി ഗുണം ചെയ്യില്ല എന്നൊരു തോന്നൽ നമ്മളിപ്പോൾ ഈ സംസാരിച്ച സാഹചര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിലെങ്കിലും അവരെ സ്വാധീനിച്ചിട്ടുണ്ടോ?
പുറത്ത് പറയുന്നത് നമ്മൾ പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അത്തരമൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, സംഭവിക്കാനിടയുണ്ടോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നടന്ന കാര്യം എന്നത് അപ്പോഴും ചർച്ചാ വിഷയം എന്നത് ഈ കേന്ദ്ര ഏജൻസികളെല്ലാം BJPയോടൊപ്പമായിരുന്നു. നമ്മുടെ നാട്ടിലെ വലിയ കുത്തക മാധ്യമങ്ങളെല്ലാം UDFനോടൊപ്പമായിരുന്നു. ജനങ്ങൾ അവരുടെ സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നത്. ഇപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും LDF ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ കഴിഞ്ഞ 4 കൊല്ലത്തിലേറെ 4.5 വർഷത്തിലേറെ 5 കൊല്ലം പൂർത്തിയാക്കാൻ പോകുന്നു. ഞങ്ങൾ പറഞ്ഞത് മുന്നോട്ട് വെച്ചത്, ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്, ഇനി ഞങ്ങൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്, ഇതാണ് ജനങ്ങളുടെ മുമ്പാകെ കൈകൂപ്പി അവരോട് പറയുക. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ളൊരു സർക്കാരാണ്. ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക എന്നുള്ളതാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് ചെയ്തത്. ഇവിടെ വാസ്തവത്തിൽ ഇവിടെ ശ്രീ ഹരീഷ് വാസുദേവൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനതിൽ ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുറത്തുനിന്ന് കടത്തിക്കൊണ്ട് വന്ന സ്വർണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പറയുന്ന ഈ അന്വേഷണത്തിൻ്റെ കോലാഹലങ്ങൾ. അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് BJP നേതാക്കളുടെ പ്രസ്താവന, ആ പ്രസ്താവന ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന, പിന്നെ ഇത് മാധ്യമങ്ങളിലെ ചർച്ച, ഇതെല്ലാം നടന്നത്. കഴിച്ചു തീർക്കാൻ കഴിയില്ല സ്വർണം. ഈ പലതവണയായി ഇങ്ങനെ ഒത്തിരി ക്വാണ്ടിറ്റി സ്വർണം കൊണ്ടുവന്നുവെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഈ ആഭരണങ്ങളാക്കി ആർക്കെങ്കിലും സ്വയം ആഭരണമാക്കി മാറ്റി അണിഞ്ഞൊരുങ്ങി കൊണ്ടു നടക്കാനും കഴിയില്ല. അപ്പോൾ ഇത് ഈ സ്വർണ്ണ ആഭരണ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ കുത്തകകളായിട്ടുള്ള ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവണം ഇവിടെ കൈപ്പറ്റിയതിൽ. ഇല്ലെങ്കിൽ ഈ വന്ന സാധനം ഇതുപോലെ തന്നെ തിരിച്ചു പോകണമല്ലോ. എന്താ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമുണ്ട്. ഒരുപാട് നാളുകളിൽ ഗൾഫ് നാടുകളിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് പണ്ടൊക്കെ അവിടെ നിന്ന് വരുമ്പോഴേക്കും ഇവിടെ ഈ സ്വന്തം സഹോദരിയുടെ വിവാഹ ചടങ്ങിന് കൊടുക്കാനായിട്ട് ഒരു പക്ഷേ ചില ആളുകൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു അരഞ്ഞാണം പോലെ ഈ സ്വർണം കെട്ടിക്കൊണ്ട് വന്നാൽ അതുപോലും ഈ ഫ്രിസ്കിങ്ങിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതെല്ലാം സ്കാനറിൽ കൂടി കണ്ടെത്തി അവരെ പിടികൂടി ജാമ്യം കിട്ടാത്ത വകുപ്പനുസരിച്ച് ജയിലിലേക്ക് അടച്ച് പിന്നെ മാനം കിടാതെയൊക്കെയാണ് പല ആളുകളും പിന്നീട് ജാമ്യം എടുത്ത് പുറത്തു വരുന്നതെല്ലാം വലിയ പിഴയെല്ലാം അടച്ചിട്ട്. അങ്ങനെ ആണല്ലോ നമ്മുടെ നാട്ടിൽ. നമ്മൾ വിമാനത്താവളത്തിലേക്ക് ഒരാൾ യാത്ര ചെയ്യാനായി പോകുമ്പോൾ വിദേശത്തല്ല, ഈ ഇന്ത്യയിൽ പോലും ബട്ടൺസിന് പകരം ഒരു സേഫ്റ്റി പിന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ കിയോ എന്ന് വിളി നടക്കുമല്ലോ. ബെൽറ്റ് അഴിപ്പിച്ചിട്ടാണല്ലോ നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റുക. ബെൽറ്റ് ഊരി ഇവിടെ വെക്കണം എന്നുള്ളതാണല്ലോ. ഇതിനേക്കാൾ കർശനമായിട്ടാണല്ലോ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ബാഗേജുകളായാലും അല്ല മനുഷ്യനാണ് വരുന്നത് യാത്രക്കാരനായിരുന്നാലും. ഇതൊന്നും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നാണോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾ പറയുന്നത്? അങ്ങനെ ഈ കാര്യങ്ങൾ നടന്നു എന്നാണ് എങ്കിൽ, അങ്ങനെ ഇതൊന്നും ഈ നടന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇതൊക്കെ ആരുടെയെല്ലാം കൺമുന്നിൽ കൂടിയാണ്, ആരുടെയെല്ലാം കാതുകളാണ് ബധിരമായി മാറിയത്? ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ അങ്ങനെയാണ് എങ്കിൽ? അപ്പോൾ ഇവിടെ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അധികാര കേന്ദ്രങ്ങളെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ, സ്പീക്കറുടെ ഓഫീസിനെ, ചില മന്ത്രിമാരെ, രാഷ്ട്രീയ നേതൃത്വത്തെ എല്ലാം അടച്ചാക്ഷേപിക്കാനായി, അവരെല്ലാം സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനായി ഇതെല്ലാം ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അത് നേരത്തെ ഇവിടെ നമ്മുടെ ചർച്ചയിൽ വന്നതുപോലെ തന്നെ മുമ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എങ്ങനെയൊക്കെ ചെയ്തിരുന്നുവോ ആ ചെയ്തതിനെ കുറേ കൂടി പരിപോഷിപ്പിച്ചുകൊണ്ട്, നമ്മൾ ചില വളർത്തുമൃഗങ്ങളെ, കാവൽ മൃഗങ്ങളെ പരിപോഷിപ്പിക്കുമല്ലോ, അതുപോലെ ഇത് പരിപോഷിപ്പിച്ച് ഇപ്പോൾ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് എന്നുള്ളതൊരു നല്ല കാര്യം. യെസ്. അഡ്വക്കേറ്റ് ഹരീഷ്, ഇതിലൊരു കാര്യം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിക്ക് ശേഷം സക്കറിയ എഴുതിയ എഴുത്തുകാരൻ സക്കറിയയുടെ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ചാരക്കേസിൻ്റെ കാലത്ത് നിന്ന് കേരളീയ സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ആ ജനവിധിയെ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകത്തിൻ്റെ ഒരു മാനം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ മറ്റ് പ്രതികളിൽ നിന്ന് വ്യത്യസ്തമായി ശിവശങ്കർ ഓരോ ഘട്ടത്തിലും ഈ ഏജൻസികളോട് നിയമപരമായി തർക്കിച്ച് നിയമപരമായ തൻ്റെ അവകാശം ഉപയോഗിച്ച് മുൻകൂർ ജാമ്യഹർജികൾ നൽകിയും ഓരോ ഘട്ടത്തിലും ഇവരുടെ കണ്ടെത്തലുകളെ കണ്ടസ്റ്റ് ചെയ്തും കൗണ്ടർ അഫിഡവിറ്റിൽ, അതൊക്കെ നമ്മുടെ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ വളരെ പരിമിതമായ തോതിലേ പുറത്തു വന്നിട്ടുള്ളൂ. പല കോടതി രേഖകളും വെച്ച് മാത്രമാണ് നമ്മൾ ഇതിനു മുമ്പ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിനിടയിൽ ഒരു കാര്യം കൂടി, പല വിഷയങ്ങളിലും ഒരുപാട് ചാനലുകളിൽ ചർച്ചയിൽ പോകുന്ന അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ ഈ വിഷയങ്ങളിൽ അത്ര കാര്യമായി മറ്റു മാധ്യമങ്ങളിൽ ചർച്ചകളിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. താങ്കളെ അതിന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്നത് കൊണ്ട് താങ്കളെ ക്ഷണിക്കാതിരുന്നതാണോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും അഡ്വക്കേറ്റ് ഹരീഷ് ഈ ഫ്ലോറിൽ ഈ ചർച്ചയ്ക്ക് വേണ്ടി വരികയും വ്യത്യസ്തമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾ, KJ ജേക്കബ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അതുപോലെ തന്നെ A സജീവൻ ഒക്കെ. ഈ ശിവശങ്കർ നിയമപരമായി ഈ ഏജൻസികളോട് തർക്കിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ആ നടപടി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു പ്രതിയുടെ അവകാശമാണ്, അത് ആ നിലയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയത് എന്താണ്?
ഒന്ന് ശിവശങ്കർ പൂർണ്ണമായി കുറ്റവിമുക്തനാണ് എന്ന വാദം ഞാൻ ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. അത് ആർക്കും എടുക്കാനും ആവില്ലല്ലോ, ആരും എടുക്കുകയുമില്ല. കാരണം അതിന്റെ ഹരീഷ്, അത് മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം വിമർശന വിധേയമാകുന്ന ഒരുപാട് വിഷയങ്ങൾ വേറെയുമുണ്ട്. അതെ, ഞാൻ ഈ ചർച്ചയിൽ ഇതിനു മുമ്പ് കൈരളിയുടെ ഫ്ലോറിൽ വന്നപ്പോഴും തുടക്കത്തിൽ വന്ന കാലത്തും ഞാൻ പറഞ്ഞൊരു കാര്യം, ശ്രീ ശിവശങ്കറിനെതിരെ സ്പ്രിംഗ്ലർ കേസിൽ ശിവശങ്കറിനെതിരായും ശ്രീ ശിവശങ്കർ എടുത്ത തീരുമാനം എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിക്കെതിരായിട്ടും കിട്ടാവുന്ന എല്ലാ വേദികളിലും സംസാരിക്കുകയും അതിനെതിരായി ചെയ്യാവുന്ന എല്ലാ തരത്തിലും ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എല്ലാ തരത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശിവശങ്കർ തെറ്റ് ചെയ്യാത്ത ഒരാളാണ് ഭരണത്തിൽ വന്നതിന് ശേഷം എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഏതൊരു IAS കാരനും ഭരണത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംഭവിക്കുന്ന പിഴവുകൾക്കോ തെറ്റുകൾക്കോ അപ്പുറം ശരിയും തെറ്റും എടുക്കാൻ ഉള്ള അധികാരത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം അധികാരങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനുള്ള ഭരണപരമായ ശിക്ഷ, അത് റിമൂവൽ ഓഫ് ഫ്രം സർവീസ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും അന്വേഷണമാണെങ്കിലും ഇതൊക്കെ നടക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. പക്ഷെ ഈ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനവും നിലപാടുമുണ്ടെന്ന്, ഒരാളെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാക്കുമ്പോൾ അയാളെ ഇത്തരത്തിലുള്ള കേസുകളിലേക്ക് വലിച്ചഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ അത്തരം കേസുകളിൽ പ്രതിയാവാൻ തക്കവണ്ണമുള്ള തെളിവുകൾ ഈ ഏജൻസിക്ക് മുമ്പിൽ ഉണ്ടോ എന്ന പരിശോധന നമ്മൾ നടത്തണം. കാരണം ഞാനോ നിങ്ങളോ ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് ഒരു വിക്ടിമായി മാറാനുള്ള സാധ്യത ഉള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സൂചനയാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഒരു തെളിവാണ് നമ്മുടെ മുമ്പിലുള്ള ചാരക്കേസ്. അതായത് ഏതെങ്കിലും ഒരാളെ പിടിക്കാനുള്ള ഒരു കുരുക്കുണ്ടാക്കുകയും ആ കുരുക്കിന് ഫിറ്റ് ആവുന്ന ഒരു തല കണ്ടുപിടിക്കുകയും ആ തല ഫിറ്റ് ആവുന്ന ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്ന ഏജൻസികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ്. അതിൽ ഒരാളായിട്ടാണ് ശിവശങ്കറിനെ പ്രതിയാക്കിയതായിട്ടാണ് എനിക്ക് ഇന്നേ വരെയുള്ള തെളിവുകൾ, നാളെ പുറത്തെന്തെങ്കിലും വന്നാൽ മാറാം, പക്ഷെ ഇന്ന് വരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയ, ഒരു തെളിവുമില്ലാതെ ഓരോ ദിവസവും നുണകൾക്ക് മേൽ നുണകൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു കഥയായിട്ടാണ്, ഓരോ ദിവസവും പൊളിയുന്ന കഥയായിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി ചാരവൃത്തി കേസിന്റെ ചരിത്രം ചോദിച്ചതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു വിലയിരുത്തൽ കാഴ്ചപ്പാടിൽ നോക്കിയാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ശിവശങ്കറിനുണ്ടായ ഡാമേജ്, ശിവശങ്കറിനുണ്ടായ പൊട്ടൻഷ്യൽ ഡാമേജ്, അത് കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങൾക്ക് കൊടുത്തതായാലും ലീക്ക് ചെയ്തതായാലും നട്ടാൽ കുരുക്കാത്ത നുണകളായി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകളുടെ കാര്യത്തിലായാലും ഒക്കെ ശിവശങ്കറിനുണ്ടാക്കിയ ഡാമേജ് നാളെ ഒരു ട്രയൽ നടത്തി ശിവശങ്കർ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏജൻസികളെ അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം ചോദിക്കാവുന്ന തരത്തിലേക്ക് ഒരു മറ്റൊരു ചരിത്രമായി മാറാൻ സാധ്യതയുള്ള ഒരു കേസാണ് എന്ന് ഞാൻ സംശയം പറയും. കാരണം ട്രയൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈ 90 ദിവസങ്ങൾക്ക് ശേഷവും ഒരു ഏജൻസികൾക്കും എവിഡന്റ് ആയ ഒന്നും കോടതിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയാണ് ഈ ട്രയലുകളിൽ ഏതെങ്കിലും ശിവശങ്കർ കുറ്റവിമുക്തനായി വിധിക്കപ്പെടുകയാണെങ്കിൽ ആ ഏജൻസികൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിൽ ഒരു മാനനഷ്ട കേസിന്, ഒരു റോങ് പ്രോസിക്യൂഷൻ കേസിനുള്ള സാധ്യത ഒരുപക്ഷെ രണ്ടാം നമ്പിനാരായണനെ സൃഷ്ടിക്കുകയായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നാളിതുവരെയുള്ള നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് NIA ഒഴിവാക്കിയ ഒരാളെ, ഒരേ കേസ് അന്വേഷിക്കുന്ന, ഒരേ കേസിന്റെ വിവിധ മാനങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളിൽ NIA ഒഴിവാക്കുന്നു, ED വീണ്ടും വീണ്ടും പിടിക്കുന്നു, കസ്റ്റംസ് പിടിക്കുന്നു. കസ്റ്റംസിന്റെയും NIAയുടെയും കേസുകൾ, ഇതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാരും ഇതുവരെ പ്രതിയായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അതിനുശേഷം കോഴിക്കോട് നടത്തിയ തട്ടിപ്പുകളെല്ലാം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രതിയായി എന്ന് നമ്മൾ ആലോചിക്കണം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശിവശങ്കർ നടത്തിയ നാളിതുവരെ നടത്തിയിട്ടുള്ള ഒരു പ്രതിയുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമങ്ങൾക്കപ്പുറം നാളെ ഇതിന്റെ ട്രയലിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ EDയെയും ഈ കസ്റ്റംസിനെയും കാത്തിരിക്കുന്നത് ഈ റോങ് പ്രോസിക്യൂഷന്റെ, ഫോൾസ് പ്രോസിക്യൂഷന്റെ, തെറ്റായി ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തി കള്ളങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിന്റെ ഡാമേജിങ് ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ, തീർച്ചയായിട്ടും ഇതിന് ഏജൻസികൾ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് പ്രാഥമികമായി ഈ കേസ് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. റൈറ്റ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സമയമാകുന്നു. ഒരു വാചകത്തിൽ ശ്രീ സജീവൻ, താങ്കൾ ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നയാളാണോ? അതായത് ഈ അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ പോകേണ്ടതും പ്രതികളാകേണ്ടതും പ്രതി ചേർക്കപ്പെടേണ്ടതും, അന്വേഷണത്തിൻ്റെതായ വഴിക്ക് തന്നെ പോകേണ്ടതാണ്. അത് സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ തിരിച്ചറിയുക, പരിശോധിക്കുക എന്നതാണോ കേരളത്തിൻ്റെ ഒരു പൊതു ഉത്തരവാദിത്വം? താങ്കൾ യോജിക്കുകയാണോ? തീർച്ചയായും ഹരീഷ് പറഞ്ഞ വളരെ ശരിയാണ്. ഈ ചാരക്കേസ് നമ്മുടെ മുമ്പിലുണ്ട്.
ചാരക്കേസ് എന്ന് പറയുന്നത് ഒരു നിരപരാധിയെ എത്രമാത്രം പീഡിപ്പിക്കാം, ഒരു നിരപരാധിയല്ല പല നിരപരാധികളെയും എത്രമാത്രം പീഡിപ്പിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. അവസാനം ഇതിൽ വന്ന് ചേർന്ന ഒരു കണ്ടെത്തലിലൂടെ മാത്രം അവസാനിപ്പിച്ചാൽ പോരെ. ഇപ്പോ നമുക്ക് വേണ്ടതിലേറെ ക്രൂശിച്ചു ഓരോ വ്യക്തിയെ, ആ ക്രൂശിക്കേണ്ട ആളെ ക്രൂശിക്കണം. പക്ഷെ അതേ സമയത്ത് ക്രൂശിക്കേണ്ട ആളെ മാത്രമേ ക്രൂശിക്കാവൂ എന്നൊരു നിലപാട് ഉണ്ടായിരിക്കണം അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേകിച്ച്. ശ്രീ സമ്പത്തിന്റെ കൂടി അഭിപ്രായം ചുരുക്കം വാക്കുകൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ഈ ചർച്ചയിൽ മറ്റൊന്നുമില്ല, ഞാനിത് ചുരുക്കുന്ന ഈ ഉദ്യോഗസ്ഥ തലത്തിലെല്ലാം വളരെ ഉന്നതരുടെ ഇടയിലുള്ള ഒരു തമാശയുണ്ട്. യു ഷോ മീ ദ പേഴ്സൺ, ഐ വിൽ ഷോ യു ദ റൂൾ എന്ന് പറയുന്നത് പോലെ. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കണക്കാക്കി ഇത്തരത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ചില ഏജൻസികൾ വന്നു. ആ ഏജൻസികൾ ഇത്തരത്തിലുള്ള പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ചോദിച്ചത് അതിൽ കേരളത്തിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഭിന്നമായി അത്തരം തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടുക എന്ന് പറയുന്നൊരു കേരളത്തിൻ്റെതായ ഒരു തനത് ഉത്തരവാദിത്വം കേരളം നിറവേറ്റണ്ടേ? നിശ്ചയമായും കേരളം ഈ ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങളെ, അവകാശങ്ങളെ, ജനങ്ങളുടെ പൗരാവകാശങ്ങളെ ചില കേന്ദ്ര ഏജൻസികൾ ചവിട്ടിമതിക്കാനായി രാഷ്ട്രീയ മേലാളന്മാരുടെ അവരുടേതായ സംഗീതത്തിനനുസരിച്ച് അങ്ങനെ താളം ചവിട്ടുമ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുക തന്നെയാണ്. അതിന് നിയമമാർഗ്ഗങ്ങൾ ആ വിധത്തിൽ അങ്ങനെ കണ്ടെത്തുക, ആ നിയമമാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക, രാഷ്ട്രീയമായ പ്രതിരോധവും നടത്തുക തന്നെ ചെയ്യും. ഏതായാലും വളരെ പ്രചണ്ഡമായ പ്രചാരണവും വിവാദവും നിലനിന്ന കാലത്ത് നടന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിൽ അത് കൂസാതെ ഏശാതെ അതിനപ്പുറത്തേക്കുള്ളൊരു ജനവിധിയിലേക്ക് കേരളത്തിന് പോകാനാകുന്നുവെങ്കിൽ ആ വലിയ സ്വാധീനം, ആ തിരിച്ചറിവും തിരിച്ചടിയും അന്വേഷണ ഏജൻസികളെ നിശ്ചയമായും സ്വാധീനിക്കും, ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇതിൻ്റെ ഓരോ ഘട്ടത്തെയും വളരെ ഗൗരവത്തോടെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്നത്. കൈരളി ന്യൂസും ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ ഈ കേസിൻ്റെ ഓരോ ഘട്ടവും ആ നിലയിൽ തന്നെയാണ് വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം നന്ദി ശ്രീ സമ്പത്ത്, ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീ എ സജീവൻ ഞങ്ങളുമായി സഹകരിച്ചു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. അല്പസമയത്തിനകം 9 PM ആരെങ്കിലും എന്നെ ഒന്ന് വിട്ടുതരാൻ പറയണം.